ഇപ്പൊ ഇത്ര രാവിലെ വിളിക്കാൻ? നിർമ്മല വേണ്ട, അത് എടുക്കണ്ട. ഇപ്പൊ വിളിക്കണതാ ദേവിയാ. ദേവിയോ? അതെ, മീനാക്ഷിയുടെ ഒരു കൂട്ടുകാരിയില്ലേ, ആ ഇളക്കക്കാരി. ആ ദേവിയാ? പേര് ദേവി എന്നാണെങ്കിലും ഒരു വക മൂശേട്ടയാ. അവൾ ഈ വഴി വരാന്ന്. മീനിന് ഹോസ്റ്റലിലേക്ക് പോയ ഒരു കൂട്ടായല്ലോ. ഒറ്റ ചവിട്ടിയാൻ വെച്ചിരുന്നു. അവളുടെ വരവ് മോട്ടോർ സൈക്കിളിലാ. പാതിരായ്ക്ക് മറ്റൊരു കേമത്തി വിളിച്ചിരുന്നു. എന്താ അവളുടെ പേര്? സിമിന്ന്. അതന്നെ, ചിമ്മി. രണ്ടുപേരും മാറി മാറി വിളിക്കുന്നുണ്ട്. നീ വിളിച്ചാ ഫോൺ അവൾക്ക് കൊടുത്തു പോരുത്. അവരൊക്കെ നല്ല കുട്ടികളാ, അവർക്ക് ഒരുമിച്ച് ഹോസ്റ്റലിൽ പോകാനാവും. അതെ, ഞാൻ എന്റെ അനിയത്തെ പഠിക്കാനാ കോളേജിലേക്കണത്, അല്ലാതെ കോലത്തെ എന്നെ കൊണ്ട് ഉണന്നില്ലേ അവള്? രുദ്രസുതായേ വിദ്മഹേ ശൂലഹസ്തായേ ധീമഹി തന്നു കളി പ്രചോദയാത്. ഇന്നും ദോശ, ഇതിലും ഭേദം ഹോസ്റ്റലാ. എടുത്തി കള്ളം പറയരുത്. എന്നെ ഇന്നലെ ദേവി സിമി വിളിച്ചില്ലേ? ആരും വിളിച്ചില്ല. അയ്യോ, ഞാൻ കുട്ടിയോട് കള്ളം പറയോ? ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് നന്നായി പരീക്ഷ എഴുതണം കേട്ടോ. അത് മതി ഏട്ടത്തിക്ക്. നമ്മുടെ പരദേവതമ്പലത്തിൽ പൂജിച്ച പേനയാ. കുട്ടിക്ക് അനുഭവം. അയ്യോ സിമി, അതാ പറഞ്ഞേ, പൊട്ടനെ ചെട്ടി ചതിച്ചോ ചെട്ടിയെ ദൈവം ചതിക്കുന്നു. നീ എന്താ ഈ ബസ്സിൽ വന്നേ? നിന്നെ കാണാൻ. അതെ, ഞാൻ ഇന്നലെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. അപ്പൊ നിന്റെ ഏട്ടൻ പറഞ്ഞു നീ ഇന്നലെ ഹോസ്റ്റലിലേക്ക് പോയെന്ന്. എന്റെ ഏട്ടൻ അങ്ങനെ പറയൂ. അതെന്തിനാ നിന്റെ ഏട്ടൻ എന്നോട് കള്ളം പറയുന്നു? ഏട്ടൻ അനിയത്തി നല്ല കുട്ടിയല്ലേ? ആര്, നീയോ? എന്താ ഡൗട്ട് ഉണ്ടോ? എടി, നിന്റെ ഒക്കെ കൂടെ ഞാൻ ചീത്തയാവുന്നു പേടിച്ചിട്ടാ. കിടക്കുന്നു. ഇത് തന്നെ ഇന്നലെ എന്റെ ഏട്ടൻ എന്നോടും പറഞ്ഞത്. എന്തൊരു പൊരുത്താ നമ്മുടെ ഏട്ടന്മാര് തമ്മിലല്ലേ? വാറല്ലേ? വാരികയല്ല, തപ്പുകയാ നിന്നിലിരിക്കുന്ന ലുട്ടാപ്പി. അത് ചേട്ടാ, ചേട്ടൻ പറഞ്ഞിട്ട് ഒരു സുഖമില്ല. ആദ്യം ചേട്ടൻ ഈ കരകൗശല വിദ്യയൊക്കെ പഠിച്ചിട്ട് വാ, എന്നിട്ട് ഈ ഫീൽഡിൽ ഇറങ്ങ കേട്ടോ. വെറുതെ ചവിട്ടി മേടിക്കില്ലേ, മനസ്സിലായോ? സോറി. അയ്യോ, നമ്മുടെ പേര് വെച്ചിരിക്കുന്നു. ഈ റൂട്ടിൽ നിന്റെ ഒന്നും പാരന്റ്സ് എനിക്ക് പെർമിറ്റ് തരില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഈ പെരുവഴിയിലിട്ട് ഹൈജാക്ക് ചെയ്തത്. എന്റെ കൂടെ കൂട്ടുകൂടിയാ നിന്റെയൊക്കെ ജീവിതം ബൈപ്പാസായി പോകുന്നല്ലേ. രാവിലെ രണ്ടിനും കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ശരിയല്ലേ? അപ്പൊ നീ ഇപ്രാവശ്യം വീട്ടിൽ എന്തോ സീൻ ഉണ്ടാക്കിട്ടാ വന്നിരിക്കുന്നത്. ആരൊക്കെ ഉപദേശിച്ചാലും ഞാൻ നന്നാവില്ല. ആ ഗ്യാരണ്ടി പോരെ മീനുക്കുട്ടാ. മതി, മംഗളം ഭവന്തു. അയ്യോ, ട്രിപ്പിൾ സോ ഹൈവേ പോലീസ് കൈ കാണിക്കും. കാണിക്കട്ടെ. കേറ്. പരീക്ഷയാണെന്ന് കാര്യം എപ്പോഴും ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കണോ? താടാ. പഠിക്കാതെ തന്നെ ജയിക്കാനുള്ള വഴിയൊക്കെ ഈ ദേവിക്കറിയാം കേട്ടോ. എവിടെ? ഇതാ ഞാൻ നേരത്തെ ചോദിച്ചത്.
മീനാക്ഷി, മീനു, ആ ദേവി എവിടെങ്ങും കാണുന്നില്ല. അല്ലേലും പരീക്ഷയുടെ തലേന്നാണല്ലോ അവളുടെ തലയ്ക്ക് ചൂട് പിടിക്കുക. അവിടെ എവിടെയെങ്കിലും മാറിയിരുന്ന് പഠിക്കുന്നുണ്ടാവും. ഇല്ല മീനു, അവൾ എവിടെയെങ്ങും ഇല്ല. പിന്നെ അവൾ എവിടെ പോവാനാ? പഠിച്ചെഴുതി ജയിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതിന് ആ പ്രിൻസിപ്പളിന്റെ മുറി കയറി ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ച് മാറ്റില്ല ഇനി ഒരു വഴിയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. അയ്യോ, യെസ്, അവൾ പറഞ്ഞത് ചെയ്യും മീനു. ഈശ്വര, അതങ്ങനെ പിടിച്ചാ കഴിഞ്ഞു. അയ്യോ, അവൾ അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പോവാം മീനു. ഓഹോ, അപ്പൊ മൂന്നുപേരും കൂടെ ചേർന്നാണല്ലേ? ആ, മൂന്ന് നടക്ക്. ഞാൻ ഒറ്റയ്ക്ക്. ആ, നടക്ക്. ചാക്കോ, ആ ദേവിയുടെ കൂട്ട സിമി മീനാക്ഷി ഇത്രയ്ക്ക് ചീത്തയാക്കുന്നത് ഇതിപ്പോ ആദ്യത്തെ തവണയല്ല. ആ കുട്ടികളെ കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഉണ്ടാകാം, പക്ഷെ ഏത് വിധിക്ക് ഒരു അപ്പീലില്ലേ? മേഡം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ പിന്നെ അവരെങ്ങോട്ട് പോകും? അങ്കിൾ വിളിക്കുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും? എനിക്കൊന്നും അറിഞ്ഞൂടാ. ചാക്കോച്ച് പോയി അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കുക. നാണക്കേട് കൊണ്ട് അവര് വല്ല എന്താണ് ഈ കാണിച്ചത്? ആള് ക്ലോസായി. ഇനി എന്താണ് ചെയ്യാ? എന്ത് ചെയ്യാനാ? കൊണ്ടുപോയി കത്തിക്കാം. ഹരി, സിമി ഫ്രണ്ട്സ് ഇന്നോട് വന്ന ഇല്ല, ഇതിങ്ങോട്ട് കണ്ടില്ലല്ലോ. ആ, എന്തായടാ, കണ്ടോവരെ? ഇല്ലേ? ഇതുവരെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ തീർന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ദേവിയുടെ കയ്യിൽ സെല്ലുണ്ട്, പക്ഷെ കുട്ടി അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ശരി, എവിടെയെങ്കിലും വെച്ച് കണ്ടാ നീ അപ്പോ വിളിക്കണം. ഓക്കെ? ഷോയൊക്കെ കഴിഞ്ഞ് എണീറ്റ് പോടും. വെള്ളം അടിച്ചോർത്തമാർ വരും. ആഹാ, ഇനിയുണ്ട്. പറ്റേ, അതെ, ഒന്ന് വേഗം ഇറങ്ങി തന്നെ, എന്നിട്ട് വേണം എനിക്ക് വായ അടച്ച വീട്ടിൽ പോയി. നമുക്ക് പോവാം. എങ്ങോട്ട്? വേറെ എവിടേക്ക് പോകാനില്ലാത്തോണ്ടല്ലേ ഈ സിനിമ 4 പ്രാവശ്യം കണ്ടത്. ഇനിയിപ്പോ ഷോ ഇല്ല, അതുകൊണ്ട് ഇവിടെ തന്നെ കിടന്ന് നേരെ പഠിപ്പിക്കാം. എവിടേക്കാ പോണേന്ന് അറിയാതെ ഞാൻ ഇവിടെ എഴുന്നേക്കില്ല. മീനു, പ്ലീസ് മീനു. എവിടേക്കാന്ന് അറിഞ്ഞാലേ താൻ എഴുന്നേൽക്കും അല്ലേ? എന്നാ കേട്ടോ, നമുക്ക് കിടക്കാൻ MG റോഡുണ്ട്, അല്ലെങ്കിൽ ബാനർജി റോഡുണ്ട്. ഇതിലേത് വേണമെങ്കിലും തനിക്ക് സെലക്ട് ചെയ്യാം. മീനു, വാ മീനു, പ്ലീസ്. എന്താ സൂര്യപുത്രിമാരാ? അല്ല, പൂലം ദേവിമാരാ. എന്താ അറിയണോ തനിക്ക്? വേണ്ട. ബ്ലഡി ഫൂൾ.
ഇവന് കപ്പൊക്കെ ചുട്ട മറുപടി കൊടുക്കണം. നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? പിന്നെ അവന്റെ ഒരു കൊനിഷ്ഠ ചോദ്യങ്ങളിൽ നിന്റെ ഓരോരോ അയ്യോ ചാക്കോച്ചൻ. അപ്പൻ വെറുതെ അല്ല ലോ കോളേജിൽ പഠിക്കുന്ന എന്നെ തന്നെ മോക്ക് കല്യാണം ആലോചിച്ചത്. ജാമ്യത്തിലിറക്കാൻ ഒരു വക്കീല് വേണമല്ലോ. നാണോ ഇല്ലല്ലോ മൂന്നെണ്ണത്തിനും. ചെകിട്ടത്ത് രണ്ടെണ്ണം പൊട്ടിക്കേ വേണ്ടത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? എന്തോ ചാക്കോച്ച, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇയാളുടെ സഹായം ആവശ്യമില്ല. നടക്ക നടക്കണി. എല്ലാവരും വന്നോളൂ. അവക്ക് ജീവനുണ്ട്. നീ ഒഴിക്കടാ. ചേട്ടാ 3 ബുൾസൈൻ കൂടി. കുറെ ആയല്ലോ. ഇതെന്താ ഇനി കഴിക്കാൻ പാടില്ലേ? ഫ്രീ ആയിട്ടല്ലല്ലോ ചോദിക്കുന്നേ. എടി നിനക്ക് എന്തിന്റെ സുഖ? നീ എന്താ എല്ലാവരോടും ഇങ്ങനെ? മോളെ, നമുക്ക് നേരം വെളുപ്പിക്കണ്ടേ? ചേട്ടന് കച്ചവടം നടക്കും, നമുക്ക് ഇവിടെ രാപ്പാർക്കും ചെയ്യാം. ഈ തല മഞ്ഞ ഒളിക്കല്ലേ? ഓ ചിത്തുല മണപ്പിച്ച് വരിക. മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അവനും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഇങ്ങോട്ട് തന്നെ വരുന്ന മുട്ടാൻ. ഒറ്റയ്ക്കാണെങ്കിൽ ജിത്ത് കമ്പനി തരാം. മൈൻഡ് യുവർ വേർഡ്സ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. വഴിയിൽ നടന്ന് കാണുന്നതിന് കൂടെ കമ്പനി കൊടുക്കും. നമ്മളെ മാത്രം മൈൻഡ് ചെയ്യാൻ. വിടടാ. ഓ മോളെ, വിടടാ. എന്താ ഇന്നവളുടെ അവസാനത്തെ രാത്രിയാ. അവനിട്ട് ഒന്നുകൂടി കൊടുക്കേണ്ടതായിരുന്നു. അവനത് ആവശ്യമായിരുന്നു. നിനക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പോ ഇതായിരിക്കും അടുത്ത പ്രശ്നം. പിന്നെ അവൻ കൈ കയറി പിടിച്ചപ്പോ ഞാൻ നോക്കി നിൽക്കണമായിരുന്നോ? നീ പറ. നീ ഒരുത്തി കാരണോ ആ ചാക്കോയുടെ കൂടെ പോ. നീ എന്താ ഈ നോക്കി നിൽക്കുന്നേ? വാ. മീനു, ഇങ്ങനെ ഇരുന്നാ മതിയോ? പോണ്ടേ? മീനാക്ഷി, നമ്മൾ ഇനി എങ്ങോട്ടാ? കൊന്നാലും ഞാൻ വീട്ടിലേക്കില്ല. അവിടെ എന്നെ ആർക്കും വേണ്ട. എങ്ങോട്ട് പോവാനാ? നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഒറ്റ രാത്രി കൊണ്ട് നമ്മള് അനാഥരായ പോലെ. ചാക്കോച്ചൻ മറ്റാരും അനാഥരാക്കിയതല്ലോ. കയ്യിലിരിപ്പോണ്ട് സ്വയം ആയതല്ലേ. എന്നാ പിന്നെ ചാക്കോ പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന്. ആ, തൽക്കാലം ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. എവിടെ? അങ്ങോട്ട് പോവാം. വാ പറയാം. ഡോക്ടർ, ഹലോ. അയ്യോ, ഇത് ആരുടെ വീടാ? ഇത് എന്ത് വലിയ വീടാ! കണ്ടിട്ട് തന്നെ പേടിയാവണു അല്ലേ? ശരിക്കും ഒരു ഭാർഗവി നിലയം പോലെ. ഭാർഗവി നിലയമല്ല, അമ്മച്ചി വീട്. ആരുമില്ലേ? ഒന്നിന്റെ ഹുങ്കൊടിക്കാൻ പറ്റിയ ആളെ ഇവിടെ താമസിക്കുന്നത്. ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ, ആരാ അവര്? ദ ഗ്രേറ്റ് സൈക്യാട്രിസ്റ്റ് ആൻഡ് താന്ത്രിക് സ്കോളർ. ആരാ? എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഇവിടുത്തെ തമ്പുരാട്ടി അമ്മയൊന്ന് കാണണം. ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ അവരകത്തില്ലേ? വയ്ക്കോ, ജീവൻ വേണമെങ്കിൽ എല്ലാവരും തിരിച്ചു വയ്ക്കോ. ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? സത്യം, അവരിവിടെ ഇല്ല. ഹലോ, അതെ, ഡോക്ടറാണ്. തമ്പുരാട്ടി കാണാൻ വരുന്നവരൊക്കെ പേടിപ്പിച്ച് ഓടിക്കുകയാണല്ലേ? നല്ല ആളെയാ വേലയ്ക്ക് നിർത്തിയിരിക്കുന്നത്. ആള് കൊള്ളാം. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. പിന്നെ ഞാനും. ഇതെങ്ങനെ?
ഡോർ തനിയെ തുറന്നു. ചേട്ടാ ആരെയും കാണുന്നില്ലല്ലോ. ഹലോ ഹലോ ഹലോ, ഇവിടെ ആരുമില്ലേ? ദേവി അതൊന്നും തൊടാതെ ഇങ്ങോട്ട് വാ. നേരത്തെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടല്ലോ. ഡോക്ടർ, ഡോക്ടർ. നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം നമ്പുരാട്ടി. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഫ്രണ്ട് സ്വാമിനാഥൻ ഡോക്ടറുടെ കസിനാ. അവൻ വിളിച്ചു പറഞ്ഞാണ്. അല്ല, ഡോക്ടർ ഇവിടെ ഇല്ലെന്ന് ആ വേലക്കാരൻ പറഞ്ഞല്ലോ. വേലക്കാരനോ? ഞാനല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. പിന്നെ വരൂ. വാ. തിരസ്കരിക്കപ്പെട്ട, അഭിമാനം നഷ്ടപ്പെട്ട 3 പേർ ഒരിടത്തും അഭയം കിട്ടാതെ അലയുകയാണല്ലേ. ഇന്നു മുതൽ നിങ്ങൾക്കിവിടെ എൻ്റെ കൂടെ താമസിക്കാം. ഞാൻ നിങ്ങളെ വെറുക്കാതിരിക്കുന്നിടത്തോളം കാലം. താങ്ക് യു ഡോക്ടർ. തമ്പുരാട്ടിക്ക് ഒരിക്കലും ഞങ്ങൾ ശല്യാവില്ല. പ്രവചനം വേണ്ട. ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ പിരിയും. ആ ബാഗിനകത്തിരിക്കുന്ന വസ്തു കുട്ടിക്ക് ആവശ്യമില്ലാത്തതാണ്. അതെന്തിനാ സൂക്ഷിച്ചിരിക്കുന്നത്? ഇതിനകത്ത് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ദാ, എന്താണിത്? അത് ഞാനത് പുഴയുടെ തീരത്ത് വെച്ച് കണ്ടപ്പോ എടുത്തതാ. ഒരു ശരീരം ഒരാത്മാവിനെ മാത്രമേ ചുമക്കാവൂ, അല്ലെങ്കിൽ അപകടമാണ്. തൽക്കാലം ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ. ആ, ഇതാണ് നിങ്ങളുടെ മുറി. ചാക്കോയ്ക്ക് ധൈര്യമായിട്ട് പോവാം. കുട്ടികൾ ഇവിടെ സുരക്ഷിതരായിരിക്കും. താങ്ക് യു. വരൂ. അതെ, നോക്കിയേ, ഇനി ഇവിടെയും കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. കൂട്ടിട്ട് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല, നിന്നോട് പ്രത്യേകിച്ച്. ഇതിന് ഞാൻ അവിടെ ശരിക്കും ഒരാളുണ്ടായിരുന്നു, സത്യമായിട്ടും. നിന്റെ ചാക്കോ ഒരു സ്റ്റുപ്പിഡാണ്. നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ നമ്മളെ കൊണ്ടുവന്നത്. ശരിയാ, ഇതിലും ഭേദം വല്ല മെന്റൽ ഹോസ്പിറ്റലും ആയിരുന്നു. പിന്നല്ല. മീനാക്ഷി, നിന്റെ ബാഗിലെ ചെപ്പ് കൂടെ ഉണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു? അറിയും. അവരൊരു സാധാരണ സ്ത്രീയല്ല. നമ്മുടെ സ്കെയിൽ വെച്ച് അവരെ അളക്കണ്ട. തുടങ്ങിയല്ലോ മീനാക്ഷി അമ്മയുടെ ഫിലോസഫി ക്ലാസ്സസ്. അതെല്ലാം വെറും കോയിൻസിഡൻസ് അല്ലേ മീനാക്ഷി? നോ. പുറത്തു നിന്നിരുന്ന ആ മനുഷ്യൻ കോയിൻസിഡൻസ് ആയിരുന്നോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. എനിക്കിവിടെ എന്തോ ഒരു എനർജി ഫീൽ ചെയ്യുന്നു. ആ തമ്പുരാട്ടിക്ക് എന്തൊക്കെയോ പവർ ഉണ്ട്. ഈശ്വര, എനിക്ക് പേടിയാവുന്നു. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമയം. പാചകം ഇഷ്ടമാണെങ്കിൽ അടുക്കള കയറി വേണ്ടതൊക്കെ കുക്ക് ചെയ്യാം. ഈ വീട്ടിൽ ഇതിനപ്പുറം ഒരിടത്തും സഞ്ചരിക്കരുത്. ബി കെയർഫുൾ. ഈശ്വര, എനിക്ക് ഇനിയും പേടിയാവുന്നു. നീ പേടിക്കാതിരിക്കേ. ആരാ ദേവി? ഓ, ഇതാ ലക്ഷ്മിയാ. ന്യൂസ് അറിയാൻ വേണ്ടിട്ടായിരിക്കും. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ഹർ. അതെ, കിടക്കല്ലേ? ഞാനും മീനു, നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ വായിക്കാൻ പോവാ. കിടക്കുന്നില്ല? ഇല്ല. ഓക്കേ.
എന്താ അത്? മീനു എവിടെ? കാണുന്നില്ലല്ലോ. വാ നോക്കാം. മീനു, മീനു, മീനു. മീനു, എന്താ മീനു? എന്ത് പറ്റി? ഇതെന്താ? അത് ഓജോ ബോർഡാ. ഓജോ ബോർഡോ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്. മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓബ്ജക്റ്റ്. എനിക്കിതൊന്നും മനസ്സിലാവില്ല, മനസ്സിലാക്കുകയും വേണ്ട. ആ തമ്പുരാട്ടി പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും കിടക്കരുതെന്ന്. എന്നിട്ടിപ്പോ എന്തായി? വേഗം പോയി മുറിന്ന് വാരങ്ങ്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഒരു സാധനം. സാധാരണ പെൺകുട്ടികളല്ലവര്. ദേ ആർ ബ്ലഡി ക്രിമിനൽസ്. ഫാദർ പ്ലീസ്. ചാർലീസ് ഏഞ്ചൽസ് എന്നാണ് അവരുടെ ആംബുലൻസ് വിളിക്കുന്നത്. പോലീസുകാർ അവരെ വെറുതെ വിട്ടാലും ഈ പട്ടത്താഴത്തിൽ അച്ഛൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഹോസ്റ്റലിൽ നിന്ന് മാത്രമല്ല, ഈ കോളേജിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കും. ഈശോയാണ് സത്യം. ഫാദർ പ്ലീസ്, ജീസസിന് വിചാരിച്ച് ഇത്തവണത്തേക്ക് മാത്രം. കർത്താവിന് ശേഷം ശത്രുക്കളെ സ്നേഹിക്കുന്ന ആളെന്ന ബഹുമതി എനിക്ക് വേണ്ട. നോ, അവരുടെ ഇവിടുത്തെ സ്റ്റഡീസ് ഇതോടെ തീർന്നു. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. തനിക്ക് പോകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ സ്തുതി ഇപ്പൊ എനിക്ക് വേണ്ടച്ചോ. ഇന്ന് വെള്ളിയാഴ്ചയാണോ? യെസ്. സോ വാട്ട്? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്ത് കാണുന്നുണ്ടോന്ന്? തമ്പുരാട്ടിയെ. മീനാക്ഷി, സ്വന്തം ശരീരത്തിൽ നിന്നും ആത്മാവിനെ വിഘടിപ്പിക്കാൻ വരെ കഴിവുണ്ട് ഈ തമ്പുരാട്ടിക്ക്. പിന്നെ മറ്റൊരാത്മാവിനെ വിളിച്ചു വരുത്താനാണോ അവർക്ക് പാട്? 6-ാം ഇന്ദ്രിയത്തെ വരെ കീഴടക്കി കാണും അവര്. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. എന്ത് സംശയം? അടുത്തു വരുമ്പോ പാലപ്പൂവിന്റെ മണം, കണ്ണുകൾ നീല ശംഖുപുഷ്പങ്ങൾ, കറുത്ത പട്ടുചേല. മീനാക്ഷി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു തമ്പുരാട്ടി, ഒരു ഓജോ ബോർഡും. ദൈവമേ, ആ ചാക്കോച്ചി ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ. നീ പേടിക്കണ്ട, യക്ഷികൾ ഒരിക്കലും യക്ഷികളെ പിടിക്കില്ല. എന്താ ദേവി? മീനു, ഒന്ന് വേഗം വാ, ഒരു കാര്യം കാണിച്ചു തരാം. എന്താ? തമ്പുരാട്ടി മുകളിലത്തെ മുറിയിലെ യക്ഷികളോട് സംസാരിക്കുന്നു. അങ്ങോട്ടൊന്ന് പോണ്ട മീനു. മീനു നിൽക്കും. ആ തമ്പുരാട്ടി പറഞ്ഞൊക്കെ മറന്നു. നീ ഇവിടെ കാണേണ്ടതേ കാണാവൂന്ന്. കാണേണ്ടതൊക്കെ കാണാൻ, അറിയേണ്ടതൊക്കെ അറിയണം. നീ വരുന്നത് മീനു. ഓം നമഃ ശിവായ. ഈ ഓജോ ബോർഡിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് നളിനിയുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്റെ ചോദ്യം നളിനിയുടെ ഭർത്താവിന്റെ മരണം ആത്മഹത്യയായിരുന്നു എന്നാണ്. അല്ല, കമ്പനി ആവശ്യത്തിന് പോയ ആള് ലോഡ്ജ് മുറിയിൽ വിഷം കഴിച്ച് മരിച്ചു എന്ന് എല്ലാരും പറയണേ. സ്വയം വിഷം കഴിച്ച് മരിച്ചതല്ലെങ്കിൽ പിന്നെ ആരാ വിഷം തന്നത്? പറയൂ, നളിനിക്കത് അറിയണം. കൂട്ടുകാരനോ അതോ സ്വന്തം കുടുംബത്തിലുള്ളവരോ? പറയൂ. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഇതറിയില്ല. ഇല്ല, ഇപ്പോഴാ രഹസ്യം നമ്മളോട് പറയാൻ ആത്മാവിന് ഇഷ്ടമല്ല. കാരണം അന്യരുടെ സാന്നിധ്യം ആത്മാവ് അറിയുന്നു. ഏയ്, ചായ 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 റെഡി, ചായ റെഡി. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ആരെയും കാണാതെ ഇങ്ങനെ. ഒരു ഐഡിയ. നമുക്ക് ഈ തമ്പുരാട്ടിയുടെ റൂമിൽ പോയിരുന്ന് ഓജോ കളിച്ചാലോ? ഓക്കേ, ഓജോ എങ്കിൽ ഓജോ. ഈ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം?
അവിടെ രണ്ടിടത്ത് എന്റെ കസിൻസ് ഉണ്ട് കേട്ടോ. അരൂപിയായ ആത്മാവിനെ നമുക്ക് വിളിച്ചു വരുത്താൻ ശ്രമിക്കാം. നമ്മുടെ വിളി കേട്ട് അവര് വന്ന അവരോട് നമുക്ക് നമ്മുടെ ഭാവി ചോദിക്കാല്ലേ? ബെസ്റ്റ്. നിന്റെ ഭാവി അറിയാൻ ആത്മാവിനെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാലോ, പാഴായിപ്പോയി മോളെ, പാഴായിപ്പോയി. വെറുതെ അവളെ പുകഴ്ത്തല്ലേ മീനാക്ഷി. ദേ, ഈ ഓജി ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ആത്മാവിനെ ആവാഹിച്ചു കഴിഞ്ഞാൽ കോയിൻ അനങ്ങാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ചോദ്യത്തിന് ശബ്ദരൂപത്തിലല്ല ആത്മാവ് മറുപടി നൽകുക. അപ്പൊ ഈ പ്രേതങ്ങൾ സംസാരിക്കുന്നതോ? ഈ ഹൊറർ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ള സാരിയൊക്കെ കൊടുത്ത് പുതുമഴയായി മിണ്ടാതിരിക്കെ. ബോർഡിലുള്ള കളത്തിലെ ഓരോ അക്ഷരത്തിലേക്കും കോയിൻ അനങ്ങും. ഈ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചാ ആത്മാവ് പറഞ്ഞ് മറുപടിയായി. മനസ്സിലായോ? മനസ്സിലായി എന്റെ ടീച്ചറേ. വെരി ഗുഡ്. മനസ്സിലായി. എന്നെ കൂടി വാ, നടക്കടി. വാ. തമ്പുരാട്ടി ഇല്ലാത്ത നേരത്തെ ഇതൊക്കെ സാധിക്കുള്ളൂ. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ? ലക്ഷ്യോ പ്രേതോ മറ്റോ വരുമോ? ആലത്തൂർ നമ്പിമാരുടെ തറവാട്ടിൽ ജനിച്ചവളാ ഞാൻ. അഷ്ടദിക് പാലകന്മാരെ ആവാഹിച്ചിരുത്തിയ മുത്തശ്ശിയുടെ ധൈര്യം എനിക്ക്. വായിരിക്കും. മീനാക്ഷി, നമുക്ക് ഈ കളി വേണ്ട മീനാക്ഷി. നിനക്ക് എന്തറിയാം? ഇത് പുതിയ കളിയൊന്നും അല്ല. പണ്ട് തറവാട്ടിൽ എന്റെ മുത്തശ്ശി ഈ ചായക്കോപ്പയൊക്കെ വെച്ച് കളിക്കാറുള്ള പ്ലാഞ്ചറ്റ് ഇതൊക്കെ ഒന്ന് തന്നെയാ. എവിടെയോ ജനിച്ച് എവിടെയോ മരിച്ച ഒരു ആത്മാവ് അപരിചിതമായ ഒരു വിരൽ തുമ്പിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് രസാ. ഇതാ, ഇനി ഒരു ആത്മാവിനെ മനസ്സിൽ വിചാരിച്ച് ഈ കോയിനൊന്ന് അവിടെ വെച്ച്. ഞാനോ? എനിക്ക് പേടിയാ. നിനക്ക് വലിയ ധൈര്യല്ലേ, നീ വെക്ക്. വേണ്ട, എനിക്ക് ഒരാത്മാവിനോടും സംസാരിക്കാനില്ല. വേണ്ട മീനാക്ഷി, നമുക്ക് പോവാം. ഇതൊക്കെ ഒടുവിൽ വലിയ പ്രശ്നമാവും. ഇനി ഞാൻ പറയുന്നത് രണ്ടാളും ഏറ്റു പറയണം. ഓക്കെ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. നമ്മൾ ഒറ്റക്കെട്ടല്ലേ? അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ നമ്മൾ ഒരുമിച്ച് നേരിടണം. അങ്ങനെയല്ലേ? പറയടാ പ്ലീസ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഈ ക്യാൻഡിൽ കെട്ടു. ബുദ്ധൂസേ, ഇത് പ്രേതല്ല, കാറ്റാ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഇതൊക്കെ ഫ്രോഡ് നമ്പറുകളാ, ആളുകളെ പറ്റിക്കാൻ. അല്ല, ഏതോ ഒരു ആത്മാവ് വരാൻ ഒരുങ്ങിയതാ. എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇത് move ചെയ്യുന്നു. കളഞ്ഞു രണ്ടാളും കൂടി. ഒരു പാവ ആത്മാവാണെന്ന് തോന്നുന്നു വന്നത്. ഒന്ന് ചോദിക്കാൻ പോലും പറ്റിയില്ല ആരാന്ന്. ആണാണോ പെണ്ണാണോ, എവിടെയാ നാട്, എങ്ങനെയാ മരിച്ചത് ഒക്കെ ചോദിക്കായിരുന്നില്ലേ? എങ്ങനാ രണ്ടാളും കൂടി നശിപ്പിച്ചില്ലേ? അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിച്ചോടിയേ? ഗുഡ് സ്പിരിറ്റ് ഒരിക്കലും ഉപദ്രവിക്കില്ല. ഇല്ല, പിടിച്ച് കിസ് ചെയ്യും. വന്നതൊരു പൂവാലന്റെ ആത്മാവല്ലേ? 3 പെൺകുട്ടികളെ വിളിച്ചപ്പോ ഓടി വന്നിരിക്കുക. എന്റെ മീനാക്ഷി, കുറച്ചു കാലം കൂടി എനിക്ക് ഈ ഭൂമി ജീവിച്ചാ കൊള്ളാവുന്നുണ്ട്. ഇതെന്താ വീടോ അത് യക്ഷിയമ്പലോ? മീനാക്ഷി, എനിക്ക് പേടിയാവുന്നു. രുദ്രസുധായ
എന്താ ഈ പറയുന്നേ? കാളി ഗായത്രി യക്ഷി അടുത്ത് വരില്ല. ആരോട് ചോദിച്ചിട്ടാ മുറി കയറിയത്? വെറുതെ ഇരിക്കുമ്പോ കളിക്കാനുള്ള ലോജോ ബോർഡ്. സോറി. അപകടം എവിടെ ഇരിക്കുന്നുവോ അവിടെ തല കൊണ്ടില്ലെന്ന പ്രായമാണ്. എനിക്കത് മനസ്സിലാവും. പക്ഷേ അവിടെ കണ്ടതെല്ലാം മറന്നേക്കൂ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. തമ്പുരാട്ടി, എനിക്കും സിമിക്കും ഒന്ന് പുറത്തു പോണായിരുന്നു. പേടിച്ചു പോയല്ലോ. എന്താ കിതക്കുന്നേ? അവൻ ഞങ്ങളെ കണ്ടു. ആര്? ആ റാസ്കൽ ജിത്തുരാൻ. അവൻ ഞങ്ങളെ കുറെ ഫോളോ ചെയ്തു. ഈ വീട് അവൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഈ സിറ്റി വിട്ട് പോയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. ഇനി സൂക്ഷിക്കണം. നീ ചാക്കോയെ വിളിക്കേ. ഇതത്ര സീരിയസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പേടിക്കാതിരിക്കേ. ഞാൻ വേണ്ടത് ചെയ്തോളാം. പോരെ? എത്ര നാളായിടാ കണ്ടിട്ട്. എടാ നീ എന്നെ മറന്നില്ലപ്പോ. നീ മാത്രമായിരുന്നു കോളേജിൽ എന്നെ ബീവിന്ന് വിളിച്ചിരുന്നത്, ഈ വിനോദ് വർഗീസിനെ. മതി പഠിത്തൊന്നും പറഞ്ഞ് ഇറങ്ങി പോയിട്ട്. ഇപ്പൊ എന്താ നിന്റെ പരിപാടി? എന്ത് പരിപാടിയടാ? വീട്ടുകാരുടെ സ്വത്തൊക്കെ ഇങ്ങനെ തിന്ന് ഒഴിച്ച് നടക്കുന്നു. അതുകൂടാതെ ചെറിയ ഫൈനാൻസ്, ചില നമ്പർ 2 ബിസിനസ്, പിന്നെ അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെറിയ ലോ ആൻഡ് ഓർഡർ ലംഘനം. പറയടാ, പിന്നെ എന്തുണ്ട് സമാചാരം? അളിയാ, നിന്നെ ഞാൻ കണ്ടത് കറക്റ്റ് ടൈമില്ല. എന്താടാ പ്രോബ്ലം അല്ല? എന്റെ വുഡ് ബി പഠിക്കുന്ന ഇവിടുത്തെ കോളേജിൽ അവളുടെ പിന്നാലെ ജിത്തുലാൽ എന്ന പേരിൽ ഒരു കൊച്ചു വായി നോക്കി. അവനെ നമുക്കൊന്ന് കാണണം. ജിത്തുലാലോ? അതാരടാ ഈ കക്ഷി? വാ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ കൊട്ടാരം. വാ. ഇതോ? ആ,
ഇവരെ താമസിപ്പിക്കാൻ പറ്റിയ ഏറ്റവും സേഫായ സ്ഥലം ഇതാ. പുറത്തുനിന്ന് ഒരാളും ഡോക്ടറെ പിടിച്ചിങ്ങോട്ട് വരില്ല. ഹലോ ഏഞ്ചൽസ്. ഹായ്. വിനോദ്, ഇതാണ് നമ്മുടെ 3 റോസസ്. സിമി മീനാക്ഷി ദേവി, ഒറ്റ തലയും 2 വാലും, ഒരു അപൂർവ സിദ്ധിയാ മോനെ. ഹലോ. ഹലോ. മുതൽ എന്റെ പിള്ളേരുണ്ടാവും ഈ വീടിന് ചുറ്റും. പിന്നെ ഇതിനകത്ത് കിടക്കണമെങ്കിൽ അവര് സമ്മതിക്കണം. അതുപോലെ ആരാ പുതിയ അതിഥി? തമ്പുരാട്ടി, ഇതെന്റെ സുഹൃത്താണ് വിനോദ്. ഇറങ്ങടോ. ഞാൻ അറിയാതെ ആരും ഈ വീട്ടിൽ പ്രവേശിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തമ്പുരാട്ടി, ഇവൻ. എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. തമ്പുരാട്ടി. എന്താടാ ഞാൻ വന്നത് പ്രശ്നമായോ? തമ്പുരാട്ടി ഒരു പ്രത്യേക ടൈപ്പാ. ഇപ്പൊ നമുക്ക് പോവാം. പോയേക്കാം അല്ലേ? പോട്ടെ, പോയിട്ട് വരാം. സോറിടാ. മീനു, കുഴപ്പമില്ല. അവരെന്താ തമ്പുരാട്ടി ഭയങ്കര ദേഷ്യത്തിലാ. അതിനെ നീ ചെന്നൊന്ന് തണുപ്പിക്കേ. ഒന്ന് പോയി നോക്ക്. തമ്പുരാട്ടി, തമ്പുരാട്ടി. മീനാക്ഷി, മീനു, നിനക്ക് എന്താ പറ്റിയത്? അവിടെ പൂച്ചക്കണ്ണുള്ളൊരു പെണ്ണ് എന്നെ തുറച്ചു നോക്കി. പെണ്ണോ? നമ്മളല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലെന്നല്ലേ അവര് പറഞ്ഞത് മീനാക്ഷി? ഇനി ചിലപ്പോ അന്ന് കണ്ട വേലക്കാരന്റെ ഗോസ്റ്റേ ഭാര്യയുമായിട്ട് വന്നതായിരിക്കും. ദേവി, നിനക്കൊക്കെ തമാശ കേട്ടോ. മീനാക്ഷി, ഈ വീട് പ്രേതാലയോ മീനാക്ഷി? എനിക്കിപ്പോ തോന്നുന്നു ആ തമ്പുരാട്ടിയും. മൂന്നുപേരും ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. എനിക്ക് ഇഷ്ടമുള്ള കാലം വരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്? മതിയെ എനിക്ക്. ഞാൻ കാണുന്നു വരാൻ പോകുന്ന അനർത്ഥങ്ങളുടെ സൂചന. ആദ്യമായി എന്റെ രാശിപ്പലകയിലെ കബഡികൾക്ക് കണക്ക് തെറ്റി. ഓജോ ബോർഡിന് തീ പിടിച്ചു. നിങ്ങളോടൊപ്പം ഏതോ ഒരു ദുരാത്മാവ് കടന്നുകൂടിയിട്ടുണ്ടൂടെ. മതി താമസിച്ചത്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. തമ്പുരാട്ടി, ഈ രാത്രി ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? അതൊന്നും എനിക്കറിയണ്ട. നാളെ നേരം എടുത്തിട്ട് ചാക്കോ വന്നിട്ട് പോയാ പോരെ? ഇനി ഒരു നിമിഷം പോലെ ഇവിടെ നിൽക്കണ്ട. നിന്നാൽ എനിക്ക് എന്റെ ജീവൻ കൂടി നഷ്ടപ്പെടും. വാടാ, നമുക്കിറങ്ങാം. ഇങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്നൊന്നും അല്ലല്ലോ. ഒരു ത്രിപുര സുന്ദരി, അവരുടെ ബംഗ്ലാവും കണ്ടാലും മതി. സന്തോഷായി അമ്മച്ചി, സന്തോഷം. നിങ്ങൾക്ക് പ്രേതങ്ങളും ഈനാമ്പിച്ചായിട്ടില്ല കൂട്ട്. നിങ്ങൾ ഇങ്ങനെ പെരുമാറൂ. ചെല്ല്, അമ്മച്ചി പോയി ഓജോ ബോർഡിന് മുന്നിൽ ആത്മാക്കളാവായിച്ചിരുന്നു. 3 പെൺകുട്ടികളെ പാതിരാത്രിക്ക് ഇറക്കി വിട്ടിരിക്കല്ലേ? നാളെ ചിലപ്പോ ഞങ്ങൾ തന്നെ വന്നിരിക്കും പ്രേതങ്ങളായിട്ട്. നോക്കിക്കോ. മീനാക്ഷി, ചാക്കോയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മീനാക്ഷി. ആരും വേണ്ട, നമുക്ക് നമ്മൾ മാത്രം മതി. വടപ്പോ. അമ്മച്ചി ബൈ, ഗുഡ് നൈറ്റ്. ഇവരിങ്ങനെ പേടിച്ചാലോ? ഭായി ഞാനുണ്ട്, ആദ്യം എന്നെ വിശ്വസിക്കുക. എടാ, വിശ്വാസക്കേടിന്റെ പ്രശ്നം അല്ലിത്. പിന്നെ ഇവരെവിടെ ചെന്നാലും അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ജിത്തുലാലിനെ മാത്രം പേടിച്ചിട്ടല്ല ഞാനിത് പറയുന്നത്. ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി വീട്ടിലും ഇപ്പൊ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാം ഒന്ന് ആറി തണുക്കുന്നത് വരെ ഇവരിവിടെ ഒന്ന് മാറി നിൽക്കട്ടെ. നമുക്ക് ഉടനെ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. പോണോ? പോകാം, പക്ഷെ ഒളിച്ചോട്ടമല്ല, ഒരു പ്ലഷർ ട്രിപ്പ്. എന്താ?
എന്താടാ ഓക്കെ? ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എവിടേക്കാ? നെല്ലിയാമ്പതി. എന്റെ ഫ്രണ്ടിന് അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ചുറ്റും കാടാ. ഹണ്ടിങ്ങും സ്വിമ്മിങ്ങും ട്രെക്കിങ്ങും ഒക്കെ ആയിട്ട് ഒരാഴ്ചത്തെ ഒരു അടിച്ചുപൊളി. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ എന്റെ കാറിൽ പോവാം. ഏയ്, കാറും ട്രെയിനൊന്നും വേണ്ട. നോ ലക്ഷറീസ്. ഓടുന്നതിന്റെ സുഖം കിട്ടണമെങ്കിലേ കാല് മണ്ണി തൊടണം. 3 റോസിന് ഒബ്ജക്ഷൻ വല്ലതും ഉണ്ടോ? നോ ഒബ്ജക്ഷൻ, വി ആർ റെഡി. ശരി, എങ്കിൽ ഇന്ന് തന്നെ പുറപ്പെട്ടല്ലേ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ മല കയറുന്നു. ഓക്കെ? ഓക്കെ, Okay. ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാം. വാ. Come on. കുഴപ്പം വല്ലതും ഉണ്ടാകും. എന്ത് കുഴപ്പം? നീ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എടാ മോനെ ജിത്തു, കിട്ടിയടാ നമ്മളെ A1 3 റോസസ്. നീ കാട്ടിലേക്ക് വരാൻ റെഡി ആയിക്കോ. ശരി, ഓക്കെ, ഞാൻ എത്തിക്കൊള്ളടാ. ഓക്കെ. വണ്ടി ഒരു ജീപ്പിലിടിച്ചു. അയ്യോ, ആ ജീപ്പിന്റെ ഒരു പൊടി പോലും കിട്ടില്ല. അയ്യോ, ഇനിയിപ്പോ ഉടനെ ഒന്നും വണ്ടി നീങ്ങും തോന്നുന്നില്ല. ഇരുട്ടിയപ്പനെ മല കയറാൻ പാടാ. നിങ്ങൾ പറഞ്ഞു എന്റെ ബാഗ് കൂടി എടുത്തോണേ. ഇനി എന്താ വഴി ചെയ്യാ? ഉണ്ടാക്കാം, നീ വാ. നമ്മൾ എന്തിനിപ്പോ അവിടുന്ന് ഓടിപ്പോന്നെ? ഭയങ്കര ബോറായി പോയി. മനുഷ്യരായി കുറച്ച് ദയൊക്കെ വേണം. ആ, റോഡ് ആവുമ്പോ ആക്സിഡന്റ് ഉണ്ടായെന്ന് ആളുകൾ മരിച്ചു നോക്കി ഇരിക്കും. അവിടെ പട്ടാളവും പോലീസും ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമാവില്ലേ? എത്ര പേരവിടെ മരിച്ചിട്ടുണ്ടാവുമെന്തോ. എന്ത് വലിയ കൊക്കയായിരുന്നു അത്. മരിച്ചവര് മരിച്ചു, അവിടെ നമ്മൾ നിന്നിട്ട് എന്ത് ചെയ്യാനാ? ആ, അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ നമ്മൾ എങ്ങനെ അവിടെ എത്തുന്നുള്ള കാര്യം ആലോചിക്കും. ആ, നമുക്ക് നടക്കാന്നേ. വല്ല കാളവണ്ടിയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. വാ, നടക്കും. ഒരു വണ്ടി. വാ. ഹലോ, ഓയ് ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തണേ. ഓ, ചേട്ടാ, ഹലോ. ഹലോ, നിർത്തണേ. അണ്ണാ, ഞങ്ങൾക്കൊരു ഇല്ല അണ്ണാ, ഒരു ലിഫ്റ്റ് വേണം. എന്നാ അണ്ണാ? ലിഫ്റ്റ് എന്നാ ലിഫ്റ്റ്? അണ്ണാ, എന്നാ ഞങ്ങക്ക് നെല്ലിയാമ്പതി വരെ ഒന്ന് പോണം. ഒരു ലിഫ്റ്റ് തരുമോ? നെല്ലിയാമ്പതി വരേക്ക് പൊതുമാ? சரி பின்னாடி இருங்க. താങ്ക്സ് അമ്മ. தேங்க்ஸ் எல்லாம் வேணாம், 100 ரூபா ഓ, തരാം. ஏறு ஏறு பின்னாடி ஏறு. ഓക്കെ 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 കമോൺ മീനു. ഇതെന്താ സഞ്ചരിക്കുന്ന മാർക്കറ്റോ? എവിടെയെങ്കിലും ഇരിക്ക്. വേഗം വാ. ഇവിടെ ഇരിക്കും സിലി. போலாமா? പോലാം. என்ன? ഹലോ, ഞാനാ താങ്ക് യു. ഇതേതാ ഈ കുരിശ്? இன்னைக்கு லாஸ்ட் பஸ் ஆக்சிடென்ட். இனி இன்னைக்கு வண்டியே கிடையாது. பாவம், ஏறட்டும். താങ്ക് യു. சார் கொஞ்சம் சீக்கிரம் ஏறுங்க. ഇയാള് കയറിയിട്ട് വണ്ടി പോയത് തന്നെ. ഇയാൾ എന്താ ഈ കാണിക്കുന്നത്? ഒന്ന് ഹെൽപ്പ് ഉണ്ട് തമ്പിയേ. ഓ, കൈയോട്. പതുക്കെ. സോറി, ഞാനിച്ച് ബ്രാൻഡ് മാറിപ്പോയി. അതാ ഈ താളം തെറ്റ്. മാറ്റമുണ്ടോ? എന്തല്ലേ? എക്സ്പ്രഷൻ കണ്ടപ്പോ മനസ്സിലായി. ഇതേ നാടൻ മാറ്റാ. ഫോറിൻ ട്രൈ ചെയ്ത് കിട്ടിയില്ല. ട്രെയിൻ ഓ, വേണ്ടേ? ഒരിക്കലും മറക്കില്ല കേട്ടാ. താങ്ക് യു. സോറി. By the way, I am Ram
റേഖുറാം. പേടിക്കണ്ട, ഞാനും മലയാളിയാണ്. We are all Malayalis. എന്താ പരിചയപ്പെടണ്ടേ? വേണ്ട. അതെ ഇയാൾക്ക് വേറെ ഒരു സ്ഥലവും കണ്ടില്ലിരിക്കാൻ. ഇല്ല നീ സത്യമായിട്ടും ഇല്ല. അല്ല ഇവിടെ ഇരുന്ന എന്താ സംഭവിക്കാന്ന് അറിയണല്ലോ. അങ്ങോട്ട് പോയിരുന്നേ. പോ. അതെ, ഒന്നും സംഭവിക്കണ്ട. ചേട്ടൻ കൂടെ മാറിയിരുന്നേ. എഴുന്നേക്കണോ? അണ്ണാ ഇയാള് ശരി, ഞാൻ ഇറങ്ങിയേക്കാം. അതാ നല്ലത്. നമുക്കെന്താ പ്രോബ്ലം? പക്ഷേ എനിക്ക് ഇത് തീർക്കാൻ നിന്റെ വണ്ടിയുടെ ആവശ്യമൊന്നും ഇല്ലടേ. என்ன சார் இப்படி எல்லாம் சின்ன பசங்க மாதிரி சார் வந்து ஃப்ரெண்ட்லயே உட்காருங்க. അത് ഞാൻ നീ എൻ നൻപൻ. ഉൻ പേരെന്നെ? என் பேரா சீரவேலு பாண்டியன். ആനാ ഞാൻ ഉന്നെ തീരുന്നേ വിളിക്കും. ஆமா சார், സമ്മതിച്ചോ? സമ്മതിച്ചു. എടാ ഇങ്ങനെ കുടിക്കാതെ കൂമ്പ് പാടിപ്പോവും. എടാ ഈ കൂമ്പെന്നൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവൂ? മനസ്സിലാവും സാർ. எனக்கு வந்து சின்ன வயசுலயே கூம்பு வாடி போச்சு. എനിക്ക് ഈ കള്ളുകൂടിയന്മാരുടെ കൂടെ ശരിയാവില്ല. വേണങ്ങല്ലേ പെങ്ങളെ. ഇത് ഫിനിഷ് ചെയ്തിട്ട് ഉടനെ വിട്ടെ. ഇത് ഫിനിഷ് ആണാ ഞാനും റെഡി. രണ്ടുപേരും റെഡിയാകുമ്പോഴേക്കും ഞങ്ങൾ നടന്നെത്തിക്കോളാം. അപ്പഴേ ചേട്ടാ ഈ ചെക്ക് പോസ്റ്റ് മാറ്റിക്കാൻ ഞങ്ങൾ ഇറങ്ങട്ടെ. നിക്ക് എല്ലാത്തിനും ഒരു പോയിന്റ് വഴിയില്ലേ പെങ്ങളെ. എടാ ചിരു, നീ വണ്ടി എടുക്കണം. ബാക്കി നമുക്ക് എന്തോ ഇത്? വണ്ടി എടുക്കണ്ട കീഴുകുട്ടാ. റെഡി തലവരെ. தலைவரே வண்டிக்கு ஏதோ சின்ன ப்ராப்ளம். ஒரு நிமிஷம். എന്നാ ചിരു, என்ன ப்ராப்ளம்? இல்ல தலைவா, ஒரு சின்ன ப்ராப்ளம். இப்ப சரி பண்ணிடலாம். ஏதாவது ஹெல்ப் வேணுமா? தலைவரே நான் தனியே பண்ணிடலாம். நான் சரி பண்ணிடலாம். നീ ശരി പണിയില്ലേ, എനിക്ക് കുഴപ്പമില്ല. അതെ ഇയാൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇയാള് വെള്ളം അടിച്ച് ഊര് തണ്ടാൻ ഇറങ്ങിയിരിക്കല്ലേ. ചേട്ടാ ഇത് വലിയ കൂടാലിയായല്ലോ. എനിക്കൊന്നും പറയാനും പാടില്ലേ? അല്ല അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾ മനഃപൂർവ്വം അടക്കാൻ അറിയിരിക്കുക. ലുക്ക് ഗേൾസ്, ഞാനൊരു വേദനിക്കുന്ന മദ്യപാനിയാണ്. നിങ്ങളായിട്ട് എന്റെ വേദന കൂട്ടരുത് പ്ലീസ്. അണ്ണാ ഇതുപോലെ നടക്കോ? இல்ல தம்பி, நாளை காலையில மெக்கானிக் வர வேணும். എന്താ പറഞ്ഞേ? നാളെ രാവിലെ മെക്കാനിക്ക് വരാതെ ഈ വണ്ടി ഇവിടെ നിന്ന് ഒരടി മുമ്പോട്ട് പോവില്ല എന്നാണ് അതിന്റെ തമിഴ്, അല്ല മലയാളം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ஒரு வேலை பண்ணலாமே. ഇന്ന് നൈറ്റ് നമ്മ ലോറിയിലെ തൂങ്ങലാമേ. അയ്യോ ലോറിയിലോ? ഇവിടെ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? കിട്ടുമല്ലോ. എത്ര ഏക്കർ എടുക്കും? ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇവിടെ കിടക്കാൻ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? வேற இடமா? இங்க பக்கத்துல ஒரு பங்களா இருக்கு. அங்க பாஸ்கர்னு ஒரு வாட்ச்மேன் இருக்கு. அவன் என் ஃப்ரெண்டு. அவன்கிட்ட போய் என் பேரு சொன்னா போதும். അപ്പോ ഉൻ പേരെന്നാ? என் பேரு ചീരു. ചേരു ചേരു. ரொம்ப தேங்க்ஸ் அண்ணா. தலைவரே நீங்க எங்க போற? ഞാൻ അവരുടെ കൂടെ പോറേ. இன்னைக்கு இந்த லோரியில நமக்கு சேர்ந்து தூங்கலாமே. വേണ്ട ചേരു, ഞാൻ ഇന്ന് അവരുടെ കൂടെ കൂടിക്കോളാം. നമുക്ക് നാളെ കാണാം. நாளை கண்டிப்பா வருவா. വരും. தலைவரே நீங்க எனக்கு கடவுள் மாதிரி தலைவரே. இன்னைக்கு நைட்டு நான் தனியா தானீங்க கடவுளே. വില്യമേ, എന്താ മകനെ വഴിതെറ്റിയോ? ഇതുവഴി പിള്ളേർ വല്ലതും പോകുന്നുണ്ടോ? ആ ഇതിലൂടെ പോണത് കണ്ടു. കൃത്യമായ വഴി ചോദിക്കായിരുന്നു അബദ്ധായി. നീ വേഗം നടക്കാൻ നോക്ക്. ഓ ഞാനുണ്ട്. കമ്പനിക്ക് അതെ ഞങ്ങൾ ഷാപ്പിലേക്കല്ല കമ്പനി കൂടാൻ. ഓ ഡീസന്റ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇയാൾ ഇതിനെ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ? നിങ്ങൾ എന്തിനാ എന്റെ മുമ്പേ നടക്കുന്നത്? എന്നാ പിന്നെ ഞങ്ങൾ പുറകെ നടക്കാം. വേണ്ട കോംപ്രമൈസ്. ഞാൻ എന്ത് ഹെൽപ്പ് ഒരു ഹെൽപ്പും വേണ്ട. ചേട്ടൻ കൂടുതൽ സഹായിക്കണ്ട. ഇയാളെന്താ കൂട്ടനാണ്? കൂന്നുണ്ടില്ലേ? നാശം. ശല്യം കൂടെ തന്നെ വിടാതെ വേഗം നടക്കും മീനും. വണ്ടി തന്നെ കിടന്നുറങ്ങായിരുന്നു. അത് തന്നെ. ഇതിപ്പോ എവിടേക്കാന്ന് വെച്ചാ രാത്രി എങ്ങനെയാ ബംഗ്ലാവിൽ അഡ്ജസ്റ്റ് ചെയ്ത് നാളെ രാവിലെ തന്നെ എസ്റ്റേറ്റിലേക്ക് പോവാം. ഈ വഴി പോയി നോക്കിയാലോ? വിനോദം ഒന്ന് പെട്ടെന്ന് നടക്ക്. കണ്ണ് കാണണ്ടേ?
ഇവിടെ അടുത്ത് എവിടെയാണെന്നല്ല അയാൾ പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെ അല്ലേ ഈ ട്രിപ്പിന്റെ ഒരു ത്രില്ല്. ത്രില്ല്. അയാൾ എവിടെ? ആ കള്ളൂടീനെ കാണുന്നില്ലല്ലോ. ശരിയാ, പോയിന്നാ തോന്നുന്നേ. ഓ, ഒരു ശല്യം ഒഴിവായി. സമാധാനായി. ഞാനില്ല കേട്ടോ ഇനി ഒരു അടി നടക്കാൻ. അല്ല, ഇനി എത്ര ദൂരം വെച്ചാ നടപ്പ്? കാല് വേദനിച്ചിട്ട് വയ്യ. ഓരോരുത്തരുടെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചിട്ടിപ്പോ കാട്ടിനകത്തായി. അതെ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം. ഓ ചാക്കോ, അവരെ ഒറ്റയ്ക്ക് വിടല്ലേ, നീ കൂടെ ചെല്ലി പോ. നിക്ക്, ഇവന്റെ ഒരു കാര്യം. എന്തൊരു സ്ഥലാ ഇത്. പണ്ട് മുത്തശ്ശി പറഞ്ഞ സ്ഥലം പോലെ ഉണ്ട്. അതിനിടയ്ക്ക് രഘുറാമെന്ന് പറഞ്ഞ വേറൊരു കുരിശും. അയാളുടെ ഒരു തട്ടലും മുട്ടലും. ഇപ്പൊ അയാളെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒരൊറ്റ അടി ഞാൻ. ഇയാൾ ഇതുവരെ പോയില്ലേ? ഞാനിവിടെ പോവാൻ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, വി ആർ ഓൾ മലയാളീസ്. ഇയാൾക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലേ ആ പൂച്ചക്കണ്ണനുമായിട്ട്. ഞാൻ വണ്ടിയിൽ ശ്രദ്ധിച്ചു. തനിക്ക് ശ്രദ്ധിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ല. കിട്ടിയല്ലോ, നീ ഒരു തന്റെ അടിയാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവൾ ഒരു പാവാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അത്ര പാവൊന്നുമല്ല. അത്ര പാവലെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അല്ല, നിങ്ങളെ ആരും പ്രേമിക്കാൻ പറ്റില്ല, നിന്നെ ആരും പ്രേമിക്കാൻ പറ്റില്ല. മോളെ, ഞാനൊരു ഉപദേശം തരട്ടെ. ഫ്രീ ആയിട്ട് പ്രേമിച്ചിട്ടില്ലെങ്കിൽ പ്രേമിക്കും. പ്രേമിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് മക്കളെ, പാഴാക്കരുത്. ചേട്ടാ, ഞങ്ങൾ അല്ലേലേ തളർന്നിരിക്കാം. കുറച്ച് ഡീസന്റ് ആയിക്കൂടെ? ഡീസന്റ് ആണോ അല്ലേ? പ്ലീസ്. ഇനിയും ഡീസന്റ് ആണോ? അതെ, അങ്ങോട്ട് മാറി നിന്നിട്ട് ഡീസന്റ് ആയി മതി. മാറി നിന്നിട്ട് decent. ഇത് എന്തൊരു മനുഷ്യന്, ഒരു നാണമില്ല. ജമുനെ, കാടാ, രാത്രിയാ, ഒറ്റയ്ക്കാണ്, പെൺകുട്ടികളാണ്, പേടിയുണ്ടാവും. പക്ഷെ ഒച്ച വെച്ച് എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. ഓക്കെ? വേണ്ട, വിളിക്കില്ല. വിളിക്കില്ല. വിനോദേ, വിനോദ്, ഇത് എവിടെ പോയി കിടക്കും? വഴി മനസ്സിലാവുന്നില്ലല്ലോ. പേടിച്ചു പോയല്ലേ? പിന്നെ പേടിക്കാതെ. വഴി തെറ്റിക്ക് ഇറങ്ങാണല്ലേ? വല്ല ആവശ്യമുണ്ടോ ഈ ചുറ്റിക്കളിക്കൊക്കെ? എന്തോന്ന് ചുറ്റിക്കളി? ഇയാൾക്ക് വേറെ ഒരു പണിയുമില്ലേ? ഒന്ന് പോയേ. അല്ലെങ്കിലും ഇവിടെ പ്രാന്തായി. തന്നെ ചുറ്റിക്കളിയും കാങ്ങൊക്കെ ഇതാ അവിടെ ഇരിപ്പുണ്ട്. ഞാനൊരു പാവം കള്ളുകൂടിയൻ, നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാട്ടെ. ചേട്ടാ പ്ലീസ്. ചേട്ടൻ ആരാ ചേട്ടൻ? സർ പ്ലീസ്. അങ്ങനെ വഴിക്ക് വാമോനെ. നേരെ പോയിട്ട് ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട്. മനസ്സിലായില്ലല്ലേ? നേരെ പോയാൽ ഇടത്ത് ഭാഗത്തിരിപ്പുണ്ടവർ. പോയാട്ടെ. താങ്ക് യു സർ. ഓ, അയ്യോ, എനിക്ക് പേടിയാവുന്നു മീനാക്ഷി. നമുക്ക് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. പാമ്പിന്റെ ചീറ്റിൽ നീ കേട്ടതല്ലേ? അവിടെ മുഴുവൻ പാമ്പിന്റെ പുറ്റാ. പാമ്പല്ല, ചേമ്പാ. ഇവളൊരു പേടി. നീ ഒരുത്തി കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാനോ? ഇതുകൊള്ളാം. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞോ? ഇവരിതെവിടെ? പന്നിയോ? എവിടെ? വെടികൊണ്ട് പന്നിയാ, സൂക്ഷിക്കണം കേട്ടോ. ഇയാളെന്താ കാടളൊക്കെ ഇറങ്ങിയാണോ? ഇനി എന്ത് ഇളക്കാൻ? പന്നി ഇളകിയാൽ കാടളയുന്ന അർത്ഥം. അതുകൊണ്ട് വടി നല്ലതാ, കേട്ടിട്ടില്ലേ? പന്നിക്ക് കാലൻ വടി. വടി വടി. നീ ഇതെവിടെയായിരുന്നു? വെറുതെ രാത്രി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഈ കൊടുങ്കാട്ടിൽ വഴി മനസ്സിലാവുണ്ട്. നീ എവിടെ ആയിരുന്നു? വന്നേ വാ, പോവാം. അല്ല, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾ നടക്കുകയാണോ അതോ ഇഴയുകയാണോ? ആ പെൺകുട്ടികൾ അവിടെ കാത്തിരിക്കുക, ഞാൻ കൊണ്ടുവിടണം. എന്റെ പൊന്നു ചേട്ടാ, ഇനിയും വന്ന് ഞങ്ങൾ വഴിതെറ്റിക്കലേ പ്ലീസ്. അയ്യോ, ഞാൻ ഇതുവരെ ആരെയും വഴിതെറ്റിച്ചിട്ടില്ല. വി ആർ മലയാളീസ്. ഞാൻ അങ്ങനെ ചെയ്യുവോ? അയ്യോ, എനിക്ക് വയ്യ ഇനി നടക്കാൻ. ആരെ കാണുന്നില്ലല്ലോ. ഇത് എങ്ങോട്ടായി പോകുന്നേ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അവിടെ തന്നെ ഇരിക്കാവുന്ന. സിമി, ഇതുണ്ടോ? അത് വല്ല പുലിയോ മറ്റോ പിടിച്ചായിരിക്കും. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? കാട്ടിലെങ്കിലും പറഞ്ഞൊന്ന് അനുസരിച്ചൂടെ? ഒരിടത്ത് തിരുത്തി അവിടെ ഇരിക്കണം. വാ, അത് നിങ്ങളെ കാണാഞ്ഞിട്ടല്ലേ? നടക്ക്. എന്റെ ബാഗ് തന്നെ എവിടൊക്കെ നോക്കിയെന്നറിയോ? ശരി, നിങ്ങൾ പോയിട്ടുണ്ടേ ബംഗ്ലാവ് കണ്ടോ? മോനെ, മോനെ, ആരാ?
ഇത് അയാളായിരിക്കുന്നേ. ആ രഘുറാം, നിങ്ങൾ ഇങ്ങോട്ട് വാ. അയാളെ വല്ല പുലിയും പിടിച്ചതായിരിക്കുമല്ലേ? എനിക്ക് പേടിയാവുന്ന ചക്കോ. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. ഭാഗ്യം. നീ മിണ്ടാതിരിക്കടി കഴിഞ്ഞാക്കെ. മതിയായി. വാ നമുക്ക് പോ. വാ. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യാപകമായി മോഷണം തുടരുന്നു. എടാ കൊച്ചു കള്ള, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആനമല ഗസ്റ്റ് ഹൗസിലേക്ക് വാ, വിവരം അറിയും. മുത്തങ്ങ വാച്ചറ തലക്കടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ഗസ്റ്റ് ഹൗസിലുള്ള പുരാവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിക്കുകയാണ് കള്ളന്റെ പതിവ്. എല്ലാ വാച്ചർമാരും ഒരുപോലെയാണെന്ന് കരുതിയാടാ കഴുതേ. നിനക്ക് ഭാസ്കരന്റെ തനി സ്വരൂപം അറിയാൻ പാടില്ല. തട്ടികളെ ഞാൻ ഇവിടെ ഉണ്ടടാ വിലപിടിപ്പുള്ള സാധനങ്ങൾ. ആനക്കൊമ്പ്, മാങ്കൊമ്പ്, മൺകൊമ്പ്. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഭാസ്കരന്റെ അടുത്തേക്ക് പോടാ. എടാ ഭാസ്കര, ഞാൻ എത്തി. വിളിച്ച വിളിപ്പുറത്താണ് ഞാൻ. ആരെയും കയറി വെല്ലുവിളിക്കരുത്, പ്രത്യേകിച്ച് അനിയനെ പോലുള്ള പൂർ വാച്ച്മാൻ. എവിടെ കലമാൻ കൊമ്പ്, എലിഫന്റ് ടീത്ത്, ആനപ്പല്ലുണ്ടാക്കിയ ആശ്രയ സായിപ്പന്മാർക്ക് വലിയ ഇഷ്ടമായിരിക്കും. സോറി, നിന്നെ കണ്ടാ പറയില്ല. ആന പല്ല് പോയിട്ട് ആന പൂട പോലും ഇവിടെ കാണുകയില്ല. എന്നെ ആരാ ഈ കൊടുങ്കാട്ടിൽ ഇങ്ങനൊരു ബംഗ്ലാവ് ആരും കാണുന്നില്ലല്ലോ. ആരാത്? സത്യം പറ. ബോയ്സിന്റെ സൗണ്ട്, ഗേൾസിന്റെ സൗണ്ട്. എടാ, ഇത് ഫോറസ്റ്റ് ഓഫീസാണോ അതോ ബ്രോത്തൽ ഹൗസ്? ചുറ്റിക്കളിക്ക് ചുറ്റുപാടുണ്ടാക്കി കൊടുത്ത് ചില്ലറ ഉണ്ടാക്കുന്ന പണിയാണ് നിനക്ക്, അല്ലടാ ഭാസ്കര? ഭാസ്കര, ഭാസ്കര, ഓ അയാൾ ഇതിനകത്തുണ്ടാവില്ല. ഭാസ്കര, ഭാസ്കര, ഭാസ്കര എന്ന് വിളിച്ച് ഇവിടെ നിന്നോ. ദേ, നമുക്ക് പോവാട്ടോ. വിനോദ, ഈ പാതിരാത്രി ഇനി എങ്ങോട്ട് പോവാനാ? ഇത്രയും നേരം വിളിച്ച് അയാളെ കണ്ടോ? ഇല്ലല്ലോ. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. വല്ല മരച്ചോട്ടിലും മറ്റു പോയി കിടന്നുറങ്ങാം. നിങ്ങൾ വയ്ക്കോ, ഞാനില്ല. വല്ല കാട്ടാനായിട്ട് ചവിട്ടുകൊണ്ട് ചാവാൻ. ഞങ്ങൾ എവിടെയെങ്കിലും കിടന്നോളാം. അങ്ങനെ എവിടെയെങ്കിലും കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളെങ്ങനെ ഇതിനകത്ത് കയറി? നമ്മൾ എപ്പോഴും എവിടെ എങ്ങനെ എത്തുവാശാനെ? നിങ്ങളുടെ കൂടെ നടന്നിരുന്നെങ്കിൽ എന്റെ കിടപ്പം കാട്ടിലായാലും. ഞാൻ ആനച്ചാലിൽ കൂടെ ഒറ്റ വിടല 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. നമുക്ക് നല്ല മൈലേജ് അല്ലേ? ഇവിടെ വന്നപ്പോ വാതിൽ തുറന്നു കൊടുക്കും. അപ്പൊ വാച്ചർ ഭാസ്കരൻ എവിടെ പോയി? ഭാസ്കർ ഇവിടെ എവിടെയെങ്കിലും കാണുന്നേ. ഭാസ്കരല്ലേ, രാത്രിയിലെ മഞ്ഞല്ലേ, എവിടെയും ചെറിയ ചുറ്റികളി കാണുന്നേ. നിങ്ങൾ വാ, നിങ്ങൾ അകത്തേക്ക് വാങ്ങോളാം. ഗേൾസ്, നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ റിസ്ക് ഒക്കെ എടുക്കുന്നത്, മറക്കരുത്. പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ്, 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 ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. എങ്ങനെയുണ്ട് ഈ കൊട്ടാരം? കൊള്ളാം. നിധി കാക്കുന്ന ഭൂതത്തെ പോലെയാണ് വാച്ച്മാൻ ഭാസ്കരൻ ഈ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്നത്. 100 വർഷത്തെ പൊടിയോ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കൊടുങ്കാട്ടിൽ ഇതെങ്കിലും കിട്ടിയല്ലോ, അങ്ങനെ സമാധാനിക്ക്. കാട്ടിനുള്ളിൽ ഒരു കൊട്ടാരം, അതാണ് ഈ കൊട്ടാരം ഉണ്ടാക്കിയപ്പോൾ സായിപ്പിനുണ്ടായിരുന്ന കോൺസെപ്റ്റ്. പക്ഷേ കൊട്ടാര സൂക്ഷിപ്പുകാരൻ ഭാസ്കറിന്റെ കോൺസെപ്റ്റ് വേറെയാണ്. കാട്ടിനുള്ളിൽ മറ്റൊരു കൊടുങ്കാട്. റൂംസ് ഒക്കെ നല്ല റോയൽ ടച്ച് അല്ലേ? നമുക്ക് കാര്യം ചെയ്യാം, ആ ഭാഗത്തുള്ള റൂംസ് ലേഡീസ് കൊടുക്കാം. അവർക്കാണ് കൂടുതൽ പ്രൈവസി വേണ്ടത്. ലേഡീസ് പ്ലീസ്. നമുക്ക് ആ സൈഡിലുള്ള എന്താ? നമ്മളോ? കൂടെ കിടത്താൻ പറ്റിയ ഒരാള്, അതും നല്ല ഫോമില്. എന്റെ ഫോമിൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല വിനോദ. ഇയാളില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ പല നായുടെ തരുടെ വായി പോയി ചത്തനെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. മാഷേ, ഇതാണ് മനുഷ്യന്റെ കാര്യം. നന്ദി എന്ന് പറയുന്ന സാധനമേ ഇല്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ മറന്നു. വെരി ബാഡ്. എന്താ ഇത്? ഇതോ? ആ, ഇത് കോടാലി. അത് മനസ്സിലായി. ഇത് എന്തിനാ? വെറുതെ അങ്ങോട്ട് ചെയ്യുന്ന മുറി തുറക്കത്തില്ല. പിന്നെ ഭാസ്കറിന്റെ കയ്യിലെ താക്കോല്. വി ആർ ഇൻട്രൂഡേഴ്സ്, സ്ട്രേഞ്ചേഴ്സ്, ട്രെസ്പാസേഴ്സ്. നമ്മൾ അതിക്രമിച്ച് കടന്നവരാ. നമുക്ക് മുറി തുറക്കണമെങ്കിൽ വെട്ടിപ്പൊളിക്കണം. ഇത് നമുക്ക് കോടാലിയാ ഉറപ്പാ. പാപി ചെല്ലുന്നിടം പാതാളെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കണ്ടിട്ട് ഈ വീട്ടിലും എന്തൊക്കെയോ ഉണ്ട്. എന്ത്? ദേ, തുറച്ച നോട്ടം കണ്ടില്ലേ? ആരുടെ? ഈ സായിപ്പിന്റെ. എന്താ
എന്താണ് ആരാണോ വലിയ വാരി നിലവിളിച്ചത്? അത് അയ്യോ ചോര, എന്താ കൈ മുറിച്ചോ? അല്ല, മച്ചന്റെ മോളിന് ചോര. അയ്യോ ഇത് ചോര തന്നെയാണ്, കണ്ടില്ലേ നല്ല കട്ട ചോര. പക്ഷേ മനുഷ്യ ചോരയല്ല, നോട്ട് ഹ്യൂമൻ ബ്ലഡ്. വിനോദേ വാ, നമുക്ക് മോളിൽ പോയി നോക്കാം വാ. വേണ്ട. അയ്യോ രക്തദാഹികളും മാംസക്കുതിയന്മാരും അലഞ്ഞു നടക്കുന്ന താഴ്വരയാണിത്. സൂക്ഷിക്കണം, അതും നിങ്ങളെ പോലുള്ള സുന്ദരികളായ പെൺകുട്ടികൾ. നിങ്ങൾക്കും അവരുടെ കൂടെ ഒന്ന് പോയിക്കൂടെ? ഞാൻ പോണം. പ്ലീസ് ശരിക്കും പ്ലീസ് പ്ലീസ്. ഓക്കെ. ഇതിന്റെ മുകളിൽ ഇപ്പൊ എങ്ങനെ കേറുക? അച്ഛനെ കേറി നോക്കാനൊന്നുമില്ല, വളരെ പൗരാണികമാണ്. പൊത്തിപ്പിടിച്ച് കയറിയ ചിലപ്പോ നടുവും. പൂച്ചയും മരപ്പറ്റി തമ്മിലുള്ള മൽപ്പിടുത്തം. ഇറച്ചിക്ക് വേണ്ടി ഈ മൗസ് മീറ്റ്, എലിയുടെ ഇറച്ചി. വാ പോവാം. ഒരു കുഴപ്പമുണ്ട് ഒന്നല്ല, മൊത്തം കുഴപ്പം. മച്ചിന്റെ മുകളിൽ എന്താ മീനാക്ഷി ഒരു ഒച്ച കേൾക്കുന്നത്? ആരോ നടക്കുന്ന പോലെ. ആരായിരിക്കും? എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പേടിച്ചാലോ? ആനമല അടിവാരത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ബസ് സ്റ്റോപ്പ്, എയർ സ്റ്റോപ്പ്, ട്രെയിൻ സ്റ്റോപ്പ്, ബോട്ട് സ്റ്റോപ്പ് മുതലായവ ഉടനടി അടിച്ചു മാറ്റണമെന്ന്, അല്ല സ്ഥാപിക്കണമെന്ന് ആനമല ഡെവലപ്മെന്റ് അതോറിറ്റി പ്രസിഡന്റ് ശ്രീ ആനമല ജോളി ഹൈക്കമാൻഡിനോട് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആരാ നിങ്ങള്? അല്ല, ഇവിടെ വേറെ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ വന്നു? എന്നോടാണോ? അതെ. ചോദ്യം എന്നോട് വേണ്ട. ഈ ആനമല ജോളിയുടെ മുഖത്ത് നോക്കി ഇതിനു മുമ്പ് ആരും ഈ ചോദ്യം ചോദിച്ചിട്ടില്ല, അറിയോ? അഭിനന്ദിച്ചില്ലെങ്കിലും ഒരു പൊതുപ്രവർത്തകനെ അപമാനിക്കരുത് കുട്ടികളെ. സോറി, ഈ ആനമല ജോളി ഞങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഞാനും വോട്ടർമാരുടെ ഇടയിൽ ആനമല എന്നാണ് എന്നെ അറിയപ്പെടുക. ഹൈക്കമാൻഡ് എന്നെ ഹലോ ജോ ജോ എന്നേ വിളിക്കൂ. അങ്ങനെ വിളിച്ചാലേ ഞാൻ വിളി കേൾക്കൂ, ഇല്ലെങ്കിൽ കേൾക്കില്ല. അതാണ് ഞാൻ. പറഞ്ഞു കൊടുക്കൂട്ടി. ആനമല ജോളി കേട്ടിട്ടില്ലേ? ഈ ഭാഗത്ത് വലിയ പുള്ളിയാ. പുള്ളിയല്ല, പുള്ളി. ആ പുള്ളി. പുള്ളിയൊക്കെ വലിയ പുള്ളി തന്നെയാ, പിടികിട്ടാ പുള്ളി. ചേട്ടൻ ഒന്നും മിണ്ടാതിരിക്കൂ. ഞാൻ പറയാനുള്ള എവിടെയാണെങ്കിലും പറയും, മനസ്സുണ്ട് കേട്ടാ മതി. നിങ്ങൾ അങ്ങനെ ഇതിനകത്ത് വന്നു? അച്ഛൻ പറഞ്ഞിട്ട്. അച്ഛനോ? ഏതച്ഛൻ? എന്റെ അച്ഛൻ. അച്ഛനെ അറിയോ? ഇല്ല. അറിയാതിരിക്കുന്നതാണ് നല്ലത്. കേടിയ. കേടിയോ? കുറ്റിപ്പുറം ദാമോദരൻ, KD. എന്നും ജയിലില്. സ്വാതന്ത്ര്യം കൊതിച്ചു കൊതിച്ചു അവസാനം ജയിലിൽ തന്നെ കിടന്നു. വെള്ളം കിട്ടാതെ പടഞ്ഞു പടഞ്ഞു മരിച്ചു. അപ്പൊ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നോ? ഫൈറ്ററൊന്നും ആയിരുന്നില്ല. അത് പോട്ടെ, ആരൊക്കെയാ നിങ്ങൾ? വല്ല നിവേദനവും ഒക്കെ ആണെങ്കിൽ നിവേദനം മാത്രമായി ഞാൻ വാങ്ങാറില്ല. നിവേദനത്തിനുള്ളിൽ വേതനവും കൂടി കിട്ടണം. സാർ, ഞങ്ങൾ സ്റ്റുഡൻസാ. എങ്കിൽ കൺസെഷൻ തരാം. ചേട്ടാ, ഞങ്ങൾ ഈ കാട്ടിൽ പെട്ടുപോയി. ഞാനും പെട്ടിരിക്കുക. ഞങ്ങൾക്ക് തലചായ്ക്കാൻ 2 മുറി വേണം. ആ വാച്ചർ ഭാസ്കരൻ എവിടെ? മേളിലുണ്ട്. മേളിലുണ്ട്. വീട്ടു വരാ. മേളിലുണ്ട് ഭാസ്കരൻ. ഇവിടെ മുറിയൊന്നുമില്ല. നിങ്ങൾ പൊയ്ക്കോളൂ, ശല്യപ്പെടുത്തും. ഞാനൊരു ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. മുഖച്ഛായ മാറ്റുന്ന ഹൈക്കമാൻഡ് ലിസ്റ്റ്. ഒരു പൊതുപ്രവർത്തകനെ ശല്യപ്പെടുത്തരുത്. പൊയ്ക്കോളൂ. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ പ്ലീസ്. ശരി, ഇവിടെ എവിടെങ്കിലും കിടന്നോളൂ. താങ്ക് യു സാർ. വിഷ് യു ദ സെയിം. സാറിനെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മറക്കാൻ പറ്റില്ല. 1 മിനിറ്റ്. ആ മാല ഗോൾഡ് ആണോ? വൈറ്റ് ഗോൾഡാ? വെരി ഗോൾഡ്. അല്ല സാർ, ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ടേ. ഈറ്റിങ്ങിന് വല്ല രക്ഷയുണ്ടോ? ഞാൻ വന്നപ്പോ നോക്കി 6 മുട്ടയും പഴങ്കഞ്ഞിയും മാത്രമായിരുന്നു അടുക്കളയില്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും മക്കളെ. ടീനേജേഴ്സ് അല്ലേ, ഡ്രീംസ് ഒക്കെ കാണണ്ടേ. വാ. ശരിക്കും ഒരു രാവണം കോട്ടൻ തന്നെ. ഇതിന്റെ അടുക്കള എവിടെയാണോ? അതൊക്കെ ഞാൻ കാണിച്ചുതരാം. അയ്യോ വേണ്ട, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അയ്യോ ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? കുപ്പി കണ്ടപ്പോഴേക്ക് അയാളുടെ ഒരു ആവേശം കണ്ടില്ലേ? സത്യം പറയുന്നു. ആ കുപ്പിയും ഗ്ലാസും കൂടി വിഴുങ്ങരുത് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടതാശാനെ. ഓ പിന്നെ എനിക്ക് 2 എഗ് ഫ്രൈ. എനിക്ക് ആനമുട്ട ഉണ്ടാക്കി തരാം. എഗ് ഫ്രൈ എന്നാലും മതി.
ഇയാളൊരു റൂമിൽ കയറിയുന്നേ എന്തിന്? എന്തിനാണ്? യാത്ര വഹിക്കാനാണത്രേ. ഞാൻ കണ്ടില്ലായിരുന്നു ഇവര്. കാണുന്ന പോലെ കള്ള് മാത്രമല്ല, ഒന്നാം തരം ക്രിമിനൽ കൂടിയാ ഇയാള്. നാണോ ഇല്ലല്ലോ തനിക്ക്? ആണുങ്ങളുടെ വില കളയാൻ നടക്കുന്നു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ? ചെന്ന് ഇറങ്ങി പോടോ. അല്ലെങ്കിലും വഴിച്ചണ്ടകളുടെ ഗതിയാ കുടിയന്മാർ. ആർക്ക് എപ്പോ വേണേ എടുത്തിട്ട് അടിക്കാം. ആര് ചോദിക്കാൻ? അതെ, ഇയാൾ അധികം പ്രസംഗിക്കണ്ട. ഓ ശരി, ഒന്ന് കേറി നോക്കിപ്പോയി. തെറ്റ്, മാപ്പ്. ഇന്നിനിപ്പൊ നമ്മൾ തമ്മിൽ ഈ വഴിയമ്പലത്തിൽ വെച്ച് പൊതി അടിക്കണ്ട. ആരും ഏറ്റെടുക്കാനില്ലാത്ത ഈ മാനക്കേട് ഞാൻ എന്റെ തലയിൽ വെച്ചു. പോരെ? മതിയടോ തന്റെ നാടകം. അയ്യോ, നമ്മളെന്ത് നാടകം കളിക്കാൻ? ആശാന്റെ മുമ്പിൽ നമ്മൾ വെറും ചീച്ചു. ഇത് മെർലിൻ ബ്രാൻഡോ അല്ലേ? ആ മതി, തൽക്കാലം ഇയാളൊന്ന് പോയേ. ഓ, സമ്മതിച്ചിരിക്കുന്ന ആശാനെ. ആണുങ്ങളായ എങ്ങനെ വേണം? ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. കിടന്നുറങ്ങിക്കോ. ഇനി ആ ശല്യം ഉണ്ടാവില്ല. വാടാ, കിടന്നോ. വാതിലടച്ചോ. നീ വന്നോണ്ടല്ലേ രണ്ടെണ്ണം കൂടി ഞാൻ കൊടുത്തനെ. എടാ, അയാളൊരു സ്ട്രേഞ്ചറാ, വിശ്വസിക്കാൻ കൊള്ളില്ല. മിണ്ടാതിരി. ഒച്ച കേട്ടിട്ട് ജോലി സാർ അങ്ങോട്ട് വരാൻ ഞാൻ നന്നായി. എടാ, അന്തസ്സുള്ള ആരും ഇതിലൊന്നും ഇടപെടില്ല. ജോലി സാർ, ബുദ്ധിമുട്ടായോ? പോയി കിടന്ന് ഉറങ്ങു മക്കളെ. മുകളിലാണോ? അല്ല, ഞാൻ താഴെ തന്നെയാ. കളഞ്ഞു വാടാ. വാ. എന്താ എന്തു പറ്റി? നീ എന്താ ഉറങ്ങാത്തത്? വിനോദ നമ്മുടെ റൂമിൽ കയറി വന്നത്. രാം അവനെ പിടിക്കാൻ വന്നതാ. എനിക്ക് നല്ല ഉറപ്പാ. എന്നിട്ട് നീ എന്താ നേരത്തെ പറയാതിരുന്നത്? ചുമ്മാ അയാളെ വെറുതെ വഴക്ക് പറഞ്ഞില്ലേ? പാതിരാത്രിക്ക് വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഈ വിനോദിന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. നേരം വെളുക്കട്ടെ എന്തായാലും. ചുമ്മാട് ഉറങ്ങുന്നുണ്ടല്ലോ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. തിന്നണോ ഉറങ്ങണോ എന്നൊരൊറ്റ ചിന്തയുള്ളൂ ഇതിന്. എനിക്കെന്തോ പേടിയാവുന്നു സിമി. നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നൊരു ഫീലിംഗ്. ചിരിച്ചും കളിച്ചും നമ്മുടെ ജീവിതം എങ്ങോട്ടാ ഒഴുകി പോകുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സിമി? അവിടെ ഒരു സ്മോൾ ആന നിപ്പുണ്ട്. അതിനെ ഒന്ന് ഓടിക്കാൻ വേണ്ടി അടിച്ചതാ. എന്താ പേടിച്ചു? എനിക്ക് നിങ്ങളെ പേടിയൊന്നുമില്ല. അതെന്താ? മുറിയിൽ വന്നത് നിങ്ങളായിരുന്നില്ല, എനിക്ക് ഉറപ്പാ. നിനക്കെന്താ തൃക്കണ്ണുണ്ടോ? ചിലരെ മനസ്സിലാക്കാൻ തൃക്കണ്ണിന്റെ ആവശ്യമൊന്നുമില്ല. ഈ സാധാ കണ്ണുമതി. ലൈറ്റ് വന്നപ്പോ അവൻ നിങ്ങളെ കയറി പിടിച്ചു. നിങ്ങൾ ശരിക്കും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തത്. അല്ലെങ്കിൽ അത് മതി വിനോദം ചാക്കും തമ്മിൽ അടിയുണ്ടാവാൻ. രക്ഷിക്കാൻ നമ്മളാര്? ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. അതൊക്കെ താനേ അങ്ങ് സംഭവിക്കുകയാണ്. ചില നേരങ്ങളിൽ ചില മനിതറുകൾ ചിലത് ചെയ്യുന്നു. ചെയ്യിക്കുന്നത് ഏതോ ഒരു ശക്തി. അവനാണ് സാക്ഷാൽ രക്ഷകൻ. നല്ല ഫോമിലാണല്ലോ. വേണോ? നല്ല വൈൽഡ് റം, കാട്ടുചാരായ. പെമ്പിള്ളേര് അടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പൂർവികന്മാരായ മഹർഷിമാർ കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഈ തീവെള്ളമായിരുന്നു ഭക്ഷണം. ഈ തീർത്ഥമാണ് ചിന്താശക്തി ഉണർത്തുന്ന തീവെള്ളം. ശരിക്കും ശരിക്കും നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? മഞ്ഞു പെയ്യുന്ന ഈ രാത്രിയിൽ കേൾക്കാൻ സുഖമുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ ആരാ? വെറും പഥികൻ, ഏകാന്ത പഥികൻ. എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന ഒരു അപരിചിതൻ. എ സ്ട്രേഞ്ചർ. ഹലോ അപരിചിതൻ. സബ്ജക്ട് ഫിലോസഫി പഠിച്ചു പഠിച്ച് വട്ടായിപ്പോയി. ഇനി എങ്ങോട്ടാ യാത്ര? മേപ്പോട്ട്, മുകളിലേക്കെന്നും പറയാം. ഉയരങ്ങളിലേക്കുള്ള യാത്ര. ഒറ്റയ്ക്കോ? പേടിയാവില്ലേ? തണുത്ത് മരവിച്ചു പോവും. പേടിക്കേണ്ട ഘട്ടമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ പ്രകൃതിയുടെ മായിക സൗന്ദര്യം മാത്രം. രൗദ്രതയില്ല, തെളിഞ്ഞ അന്തരീക്ഷം, മഹായുദ്ധത്തിനു ശേഷമുള്ള ശാന്തത. പിന്നെ ഞാനൊരു ശാസ്ത്ര സത്യം പറയട്ടെ, ആരോടും പറയരുത്. മനസ്സിന് ചൂടുണ്ടെങ്കിൽ ശരീരം മരവിക്കില്ല. അപ്പൊ പിന്നെ ഈ ഹൈടെക് സന്യാസി ലൈൻ എനിക്ക് മറ്റുള്ളവരുടെ കഥ കേൾക്കാൻ വലിയ ഇഷ്ടാ. അത് കുട്ടിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കഥാകാരിയാണ്, കലാകാരിയാണ്. പക്ഷെ ഒരു കഥയില്ലാത്തവളാണ്. വെറുതെ ആണോ ഈ കണ്ണിങ്ങനെ ഉണ്ടക്കണ്ണായി പോയത്? കഥ കേട്ടിങ്ങനെ തള്ളിത്തള്ളി വരുന്നതല്ലേ? അല്ല,
പൂർവാശ്രമത്തിൽ ഈ യോഗിക്ക് എന്തായിരുന്നു ജോലി? ജോലിയിൽ എന്തിരിക്കുന്നു? അപ്പൊ ജോബ്ലെസ്സാ? അല്ല, ജോലി എന്താണെന്ന് പറഞ്ഞില്ല. ജോലി അതായിരുന്നല്ല, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. ഞാൻ പോകാത്ത കാടുകളില്ല. വൻ നഗരങ്ങളെക്കാൾ എനിക്കിഷ്ടം ഘോരവനങ്ങളാണ്. എന്റെ സ്നേഹം എപ്പോഴും പറയുമായിരുന്നു കാടവളുടെ ശത്രുവാണെന്ന്. കാട് ആരുടെയും ശത്രുവല്ല. എന്തൊക്കെയാ പറയുന്നേ? ഒന്നും പറഞ്ഞില്ലല്ലോ, പറയാൻ പോകുന്നില്ലേ ഉള്ളൂ. ആരാ ഈ സ്നേഹ? എന്റെ സ്വന്തം അനിയത്തി. അവളുടെ അമ്മയും അച്ഛനൊക്കെ ഏട്ടനായിരുന്നു. ഏട്ടൻ ക്യാമറയും തൂക്കി കാട് തണ്ടി നടക്കുന്നതായിരുന്നു അവൾക്ക് വിഷമം. അത്രയും സമയം കൂടെ ഞാൻ അവളുടെ ബോംബെലുണ്ടാവണം. ശരിയാ, ഒരു അനിയത്തിയും ഒരു ഏട്ടൻ ഇത്രയേറെ സ്നേഹിച്ചു കാണില്ല എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിക്കേ? അതെ, ഈ ഏട്ടനെ കബളിപ്പിച്ച് ഒരു ഡിസംബറിൽ അവൾ അപ്പ കണ്ട ഒരു കൂടെ ഒളിച്ചോടിപ്പോയി. ഒരു വർഷം ഞാൻ ആ ഷോക്കിലായിരുന്നു. മദ്യപാനത്തിന്റെ ഹരിശ്രീ പഠിച്ച അവിടെ മുതല. അന്വേഷിച്ചില്ല? അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. തളർന്നുപോയി. മെഡിറ്റേഷനൊക്കെ ആയിട്ട് എന്നെ നോർമലാക്കി. നാഷണൽ ജിയോഗ്രഫിക്ക് വേണ്ടി ഒരു അസൈൻമെന്റ് കിട്ടിയപ്പോഴാണ് ഒരു ഫോട്ടോ ഫീച്ചർ. അങ്ങനെയാണ് ഞാനും എൻ്റെ അസിസ്റ്റന്റ് നട്ടാഷയും കൂടെ മല്ലീശ്വരം മുടിയിലേക്ക് യാത്ര തിരിച്ചത്. ഒരു മിസ്റ്റിക് ബേർഡിനെ തേടി. കാട് ஆண்டவ பெருமாளே காப்பாத்துங்கோ. 18 மலதெய்வங்கள் குடியிருக்கும் கோவில் தான் இந்த காடு. இந்த காட்டில் ஆனை இருக்கு, புலி இருக்கு, நரி இருக்கு, மான் இருக்கு, மயில் இருக்கு, மலம்பாம்பு இருக்கு. നീ ഇருக்கு. அதுக்குதான் நீ அல்ல, குராங்கு. അതോടെ എവിടെ കുറിഞ്ഞിക്കുയിൽ? കറഞ്ചിക്കായില. കറഞ്ചിക്കായലല്ല, കുറിഞ്ഞിക്കുയിൽ. அந்த குயில பேர வேண்டாம், பார்த்தா தலை பொட்டிருக்கு ஜாமியே. யக்ஷிக்குயில் ரொம்ப அழகான பாட்டு பாடி மனிதனை வசீகரித்து கொண்டு போய் ரத்த ஊற்றி குடிக்கும். Nothing, he is talking about the mystic bird. Oh, okay. ഈ വരവ് ഏതായാലും വെറുതെ ആവില്ല. അവളുടെ കേശാദിപാദം ഷൂട്ട് ചെയ്തിട്ടേ ഇത്തവണ മലയിറങ്ങും. നറ്റാഷ, ഗെറ്റ് മൈ എക്യുപ്മെന്റ്സ് റെഡി. கடவுளே காப்பாத்து. What happened? എന്തു പറ്റി? എനിക്കൊന്നും പറ്റില്ല. കുറിഞ്ഞിക്കുയിലെ പാട്ട് കേട്ടാലും മന്ത്രം ചൊല്ലണം. What? ഇല്ലേനാ മലങ്കാളി കോപിക്കും. ഇനി എനിക്കൊന്നും പറ്റാതെ നീങ്ക സത്ത് പോയിടും. അവളോടാൻ കടവുളെ എന്നെ മറ്റും കാപ്പാത്തുങ്കോ. Stupid. ആ പൊട്ടൻ ചിന്നിനോട് പോയി. ഇങ്ങനെ ജാമേ ഇതെല്ലാം കറുത്ത് പോச்சு ജാമേ. ரொம்ப അഴുക്കാ இருக்கு. തട്ടി പോട്ട് കഴുക വേണ്ട ജാമേ. വേണ്ട ചാമേ, കറുപ്പിനഴകുന്ന പാട്ട് നീ കേട്ടിട്ടില്ല? ക്യാമറാവുക്കും കറുപ്പുന്ന അഴക്. കൊരങ്ങന്റെ ഈ പൂമാല കിട്ടിയ പോലെ ആയി. എന്നാ ജാമേ? ഒന്നുമില്ല ചാമേ. എന്റെ ചായ എവിടെ? ചായ എപ്പോഴേ പോട്ടാ ജാമേ. എന്നാ പോയി എടുത്തോണ്ട് വാ ചാമേ. എന്നാ ശരി ജാമേ. എന്നാൽ അവിടെ മറ്റൊരു മിസ്ത്രി എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്റെ സ്നേഹയുടെ അതേ മുഖച്ഛായുള്ള മറ്റൊരു പെൺകുട്ടി. കടവുളെ മാറ്റിയാച്ചാ. കാട്ടിലെ എല്ലാ വഴിയും തിരിയുന്ന നീയല്ലേ കാലത്തെ പറഞ്ഞത്? ആമച്ചാമി, അത് കാലയില് ഇപ്പൊ എല്ലാം മറന്നു പോச்சு. இந்த വഴിയെ പോണേ എങ്ക പോയി ചേരും? அதுதான் நானும் யோசிக்கிறது. இந்த இடம் ஏது? நம்ம கல்யாணி ஒப்பாவும் வந்தாச்சு. மூப்பனா? ஆமா, வாமுப்பா. வணக்கம் மூப்பா. வணக்கம் தம்பி, வணக்கம். கடவுள் காப்பாத்தட்டும். மூப்பா, இது ரொம்ப பெரிய ஆளு. ஓஹோ, படம் பிடிக்கிற சாமி. அப்படியா? இவங்க கிட்ட ஏன் காதல் விஷயம் சொல்ல வேண்டாம். മൂപ്പാ, ഓ ഞങ്ങളെ ഈ കുറിഞ്ചിക്കിളിയെ തേടി വന്നു. தெரியும், எனக்கல்ல ഇവക്ക. എന്റെ മോൾ അറിയാത്ത ഒരു കിളിയും இந்த കാട്ടിലില്ല. അവരുടെ ഭാഷ കൂടെ ഇവക്ക് தெரியும். അതെനിക്ക് ഇന്നലെ മനസ്സിലായി. കല്യാണം നമുക്ക് വേണേ നമ്മളെ ഗൈഡായിട്ട് എടുക്കാം. അത് നടക്കാതെ சும்மா இருடா பயலே. இவரு நம்ம ஊர்ல விருந்துகாரு. தம்பி கேட்ட எல்லா உதவியும் செய்ய வேணும். சாமி சாமி, என்ன சாயம்? என்ன சாமி பாக்குது? என் கல்யாணி
പാരിജാമേ എന്നെ അഴക്. എന്താണ് കരയുന്നത്? എടാ നിന്റെ അപ്പന്റെ ഫോട്ടോ അല്ല നിന്റെ ഫോട്ടോയാ. 15 വർഷத்துக்கு മുന്നാടി ഇറந்து പോണ എന്റെ അപ്പാവുടെ ഫോട്ടോ എപ്പടി കളിച്ച ജാമ്യേ. എടാ കാട്ടുമാക്കാനെ ഇത് നിന്റെ ഫോട്ടോയാ, നിന്റെ അപ്പന്റെ ഫോട്ടോ അല്ല. അല്ല ജാമ്യേ, ഈ സത്തുപോയ അപ്പ ഉമ്മ. നിന്റെ അപ്പൻ എപ്പോഴാ ഇറന്നു പോയത്? എനിക്ക് ചിന്ന വയസ്സിലെ ആസ്മ വന്നത്. വൈദ്യുതി വന്ന് പുള്ളിപ്പുലി നഖം അരച്ച് സാപ്പിട്ട ദീനം ഭേദാകം சொல்லி அப்ப அதுக்கு காட்டுக்கு போனேன். 5 நாளுக்கு அப்புறம் പുള്ളിപ്പുലി നഖം அல்ல என் அப்பாவோட நகம் ബാക്കി എല്ലാവരും പുലി സാപ്പിട്ട്. അപ്പാ കാട്ടുമാക്കാനെ ഇത് നിന്റെ അപ്പന്റെ ഫോട്ടോ അല്ല നിന്റെ ഫോട്ടോയാണ്. നിന്റെ സംശയം ഞാൻ തീർത്തരാം. അപ്പാ അപ്പാ നോക്കടാ. അപ്പാവിടെ വേറെ പണം. പാരിജാമേ അപ്പ കരയാതപ്പാ. അപ്പാ എടാ ഇത് നിന്റെ രൂപം തന്നെയാണ്, നിന്റെ അപ്പനല്ല. നീ തന്നെയാണ് ഇത്. அப்பாவோட கூட சாமி. உங்களுக்கு அப்பாவோட நண்பனா? உங்களுக்கு அப்பாவை தெரியுமா? അയ്യോ அப்பா கரையாதப்பா, கரையாதப்பா. മല്ലേശ്വരനോടിലെ കല്യാണിയും എൻ്റെ സ്നേഹം ഒന്നാണെന്ന് ഞാൻ കരുതി. അതെൻ്റെ മനസ്സിൻ്റെ ആവശ്യമായിരുന്നു. നോക്കിക്കോ, സ്നേഹം എന്തായാലും ഏട്ടൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ക്ലോസ് യുവർ ഐസ്. എന്താ? കണ്ണൊന്ന് അടക്കേ. കണ്ണടയ്ക്കാനോ? എന്ത് മാജിക് കാണിക്കാനാ? കണ്ണൊന്ന് അടച്ചാൽ കാടെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. ശരി. വലിയൊരു പാമ്പന്റെ കാലത്തോടെ കഴിഞ്ഞു വന്നു. ഒന്നുമില്ല, ചോട്ടാ മലമ്പാം ഹേ. പോയി. ഈശോയെ, എന്നിട്ട് നിന്നെ അതുപോലെ ചെയ്തോ? അയാളടുത്ത് ദൂരെ കളഞ്ഞു. നിനക്കെന്താ അയാളോട് ഇത്രമാത്രം സംസാരിക്കാൻ? ഞാൻ സംസാരിച്ചില്ലല്ലോ, ഞാൻ കേട്ടതല്ലേ. എന്താ കേട്ടത്? അയാളുടെ ആത്മകഥ. ആ പാലപ്പൂവിന്റെ മണം വരുന്നു. ഇനിയിപ്പോ ഗന്ധർവന്മാർ ഇറങ്ങാൻ തുടങ്ങും. ഗന്ധർവയാമായി പോയിക്കാൻ തുടങ്ങിക്കോ. വട്ടാന്നാ തോന്നുന്നു. എടോ, അരമണിക്കൂർ ഞാനും മയങ്ങാം. അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ശരിയാവും. അല്ല ഇതെന്ത് ഉറക്കളപ്പ് സമരം? എന്തിനു വിറക്? അതൊക്കെ ഉണ്ട്. കത്തിക്കാനാ? കത്തിക്കാനും പത്തിക്കാനും ഒന്നുമില്ല, തീ കായാനാ. ഇന്ന് എനിക്ക് ഉറക്കമില്ല. ഞങ്ങൾക്കും ഇനി ഉറക്കമില്ല. ഉറങ്ങുന്നില്ലെങ്കിൽ വേണ്ട. മല്ലീശ്വര മുടിന്ന് മടങ്ങി പോന്നപ്പോ കല്യാണിക്ക് വിഷമായി കാണൂലേ? അത് ശരി. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞാൽ നോട്ടീസ് അടിച്ചല്ലേ? ആരും മടങ്ങിപ്പോയിന്നാ? ആരും എങ്ങോട്ടും പോയില്ല, പോകാൻ വിട്ടില്ല ദൈവം തമ്പുരാൻ. കല്യാണിക്ക് വിഷമായി എന്നുള്ള സത്യ. പക്ഷെ അത് ഞാൻ പോയതുകൊണ്ടല്ല, അവിടെ അപ്പനാ പോയത്. എങ്ങോട്ട് പോയി? ഒടുക്ക എല്ലാരും പോകുന്നിടത്തേക്ക് തന്നെ പോയി, തട്ടിപ്പോയി. അങ്ങനെ അവളുടെ കൂടിൽ അവൾ ഒറ്റയ്ക്കായി. അവളെ നോക്കാൻ ആരുമില്ല. തികച്ചൊരു അനാഥക്കുട്ടി. കാട്ടിലായാലും നാട്ടിലായാലും പെണ്ണൊറ്റയ്ക്കായ പ്രശ്നമാണ്.
പറ്റിയില്ലടി? വല്ല കുറുക്കനെ പുലിയോ മറ്റേ കണ്ട് പേടിച്ചോ? ഓ, ഇവനാണ്. அப்ப இல்லாதோண்டு எப்பவும் வந்து தொல்லை பண்ணிட்டே இருக்கு. ഇനിയിപ്പോ ഞാൻ എന്താ വേണ്ടത്? വീട്ടിൽ കൊണ്ടാക്കട്ടെ? വേണ്ട, அந்த ആൾ ഇനി വരും. എന്നാ പിന്നെ ഇന്ന് ഞങ്ങളുടെ ടെന്റിൽ താമസിക്കുന്നോ? ടേക്ക് ഇറ്റ്. കല്യാണി, എടീ കല്യാണി, ഇവിടെ വാടി മാനം കെട്ടവളെ. നീങ്കളാ പുലിപ്പടം പിടിക്കാൻ വന്ന ആള്? അതെ. നിങ്ങൾ ഈ കാടിന്റെ നിയമം തെറ്റിച്ച് കല്യാണി ഇവിടെ പിടിച്ചു വച്ചിരിക്കുക. ഇറക്കി വിട്. ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല. എനിക്ക് നിയമവശോട്ട് അറിയാനും വയ്യ. കാട്ടിലായാലും ശരി നാട്ടിലായാലും ശരി ഞാൻ ഒരു നിയമം ലംഘിക്കാറില്ല. കല്യാണി, ഇതാ വരുന്നു. ചോദിക്ക. ഇനി ഇവൾക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. സമ്മതം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്റെ പൊന്നൻ ചൊന്നത് ഉണ്മയാ. ഒന്നെ ഇങ്ങ പിടിച്ചു വെച്ചിരിക്കാ? ഇല്ല. എടീ, നിന്റെ പൊന്നനാ പറയുന്നത്. നീ വാ എന്റെ കൂടെ. നീ എന്റെ കാരുമല്ല, ദ്രോഹി. മൂപ്പ എന്നെ പിടിച്ചിട്ട് പോകാതെ മൂപ്പ. എന്നെ ഇവൻ കൂടെ വിടാതെ മൂപ്പ. കല്യാണി ഇങ്ങനെ വിടാതെ സ്വാമിയെ. എന്താ കരടി അവളെ കൊല്ലും. ഇടനിയാ, ഞാനും കാട് കുറെ കണ്ടതാ. മൂപ്പ, ഇനി കല്യാണി ഇവിടുന്ന് കൊണ്ടുപോയാലാണ് കാട്ടിലെ നിയമം തെറ്റുന്നത് അല്ലേ? എനക്ക് ആരുടെ ഒത്താശ ഒന്നും വേണ്ട ഇവിടെ പോറ്റാൻ. ഇവിടെ മാറി. ഈ കുട്ടി 4 ലക്ഷം പഠിച്ച നീയാണെന്ന് കേട്ടു. അപ്പൊ നീ കാടുമല്ല നാടുമല്ല, രണ്ടും കെട്ട അവസ്ഥയാണ്. നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതുക ഇത് നല്ല രീതി തീരില്ലെന്ന്. നീ കളിക്കുന്ന പൊന്നനോടാ, പൊന്നനോട്. അത് മറക്കണ്ട. ഇനി ആരൊക്കെ എതിർത്താലും ശരി, കല്യാണിക്ക് സമ്മതമാണെങ്കിൽ അവൾ ഇവിടെ താമസിക്കും, ഈ ടെന്റിൽ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ പാവത്തിന് അവിടെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. നട്ടാഷയെ ഒരുപാട് നിർബന്ധിച്ചു നമുക്ക് കല്യാണിയെ ബോംബെ കൊണ്ടുപോകാൻ. ചോദിച്ചപ്പോൾ കല്യാണിക്ക് 100 സമ്മതം. എങ്ങനെയാണ് സിറ്റുവേഷൻ? ഒരു പറിച്ചു നടൽ. എന്നിട്ട് തേവരോടും കുട്ടികളോടും യാത്ര പറഞ്ഞിട്ട് വേഗം വരാമെന്ന് പറഞ്ഞിട്ടാ അവിടെ നിന്ന് ടെന്റിൽ നിന്ന് പോയത്. അണ്ണാ, എന്നടാ കല്യാണിക്ക് കാണാനില്ല. കാണാനില്ലേ? കാട്ടിൽ മുഴുവൻ ആൾക്കാർ തെരഞ്ഞോണ്ടിരിക്കുക. കല്യാണി ഓൻ കൂടെ തന്നെ തങ്ങിയിട്ടുണ്ട്. അതെ. அவளை கிடைக்க வரைக்கும் நீ எங்கேயும் போக கூடாது. புரியுதா? அவளுக்கு ஏதாவது ஆச்சுன்னா நீ பதில் சொல்லி தாகணும். இனி தேடுறதுக்கு காலங்குழி மட்டும்தான் இருக்கு. வாங்கடா. ഇവനെ വെറുതെ വിടരുത്. ഇവനറിയാം കല്യാണിക്ക് എന്താ പറ്റും. ഈശ്വര, ആ കുട്ടി എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല. ഇനിയെ പൊന്നൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? പിന്നെ ഈ കല്യാണിയെ പറ്റി ഇതുവരെ ഒരു വിവരവും ഇല്ല. ഇല്ല. ഒരു കിളിത്തൂവൽ പാറിപ്പോയതുപോലെ അവൾ ഈ താഴ്വരയിൽ നിന്ന് മാഞ്ഞുപോയി. മൂപ്പനടക്കമുള്ളവർക്ക് എന്നെയായിരുന്നു സംശയം. സത്യം അറിയുന്നതിന് മുമ്പ് ഞാൻ അവിടെ വിട്ട് പോയാൽ അതൊരു ഒളിച്ചോട്ടോ. അതുകൊണ്ട് ഞാനെങ്ങും പോയില്ല. എവിടെ പോവാൻ? എന്നോട് അടുക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോവുകയാണ്. അതാണ് എൻ്റെ വിധി. മതി എൻ്റെ കഥ കേട്ടത്. നേരം വിളിച്ചാൽ അതേ സമയമില്ല. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ. പോയി കിടന്നുറങ്ങി. ഞാനും ഏതാണ്ട് എത്തേണ്ടടുത്ത് എത്തി. അപ്പൊ ഈ കാട്ടിൽ നിന്ന് ബോംബെയിലേക്ക് എപ്പോഴാണ് മടങ്ങി പോണേ? മടങ്ങണം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ജോലിയോട് ചെയ്തു വെക്കാനുണ്ട്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്താ ഉറക്കം വരുന്നില്ലേ? ഉറങ്ങാൻ പറ്റില്ല, എനിക്കറിയാം. ഈ കക്ഷിയെ ഇപ്പൊ എല്ലാ ഗസ്റ്റ് ഹൗസിലും കാണാമല്ലോ. ഇപ്പൊ വലിയ ഡിമാൻഡ് ഇല്ല,
2 ആഴ്ച മണ്ണി കുടിച്ചിട്ടിട്ട് 100 വർഷമായെന്നും പറഞ്ഞ് ഏതെങ്കിലും വിദേശിയെ പറ്റിക്കാം. ഇരിക്കട്ടെ. ഓ, പട്ടിണി കോലവാ. ഗോൾഡ് എന്ന് പറഞ്ഞ് വിൽക്കാം. ഇതാര്? ഐശ്വര്യ റോയോ? അവളെ വേഷത്തെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ചാക്കിലോട്ട് കയറിക്കും. ഇങ്ങ് പോരട്ടെ. മെഴുകുതിരി സ്റ്റാൻഡ്. ഏയ്, TV ഇതിപ്പോ ഇൻസ്റ്റാൾമെന്റിലും കിട്ടും. പൂട്ടിയിരിക്കുക. പഴയ ഗ്രാമഫോൺ. ഇതിന്റെ വിലകൾ ഇപ്പൊ ഫുട്പാത്തിലും കിട്ടും. വർക്കിംഗ് കണ്ടീഷൻ. മീനാക്ഷി, ദേവി, ദേവി, എന്താ മീനാക്ഷി എവിടെ? ആ, എനിക്കറിയില്ല. വാ നോക്കാം. താനിവിടെ എന്തെടുക്ക? എപ്പോഴാ ഉണർന്നത്? ഉണരാൻ ഉറങ്ങിയിട്ട് വേണ്ടേ? ഞാനിങ്ങനെ ആലോചിച്ച് നിനക്ക് എന്താ ഇത്ര ആലോചന? മല്ലീശ്വര മുടിയില് കല്യാണിക്ക് എന്താ പറ്റിയിട്ടുണ്ടാവുക? എന്തു പറ്റാൻ? അവസാനമായപ്പോ അതിന് റാമിന്റെ കൂടെ ബോംബെക്ക് പോകാൻ ഇഷ്ടം ഉണ്ടായില്ല. അപ്പൊ ഗ്രാമം വിട്ടുപോയി. അത്ര തന്നെ. എങ്ങോട്ട് പോയി? അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയാം. കല്യാണി മരിച്ചു. കല്യാണിയെ പൊന്നും കൊന്ന് ഏതെങ്കിലും കൊക്കയിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയ. എന്ത് ഐഡിയ? നാട്ടിൽ ചെല്ലുമ്പോ നമുക്ക് ആ വട്ട് തമ്പുരാട്ടിയുടെ അടുത്ത് ചോദിക്കാം, കല്യാണിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ. എന്തിന്? അപ്പൊ നമുക്കറിയാലോ കല്യാണിക്ക് എന്താ സംഭവിച്ചെന്ന്. ഓ, ഇവക്ക് എന്ത് പറ്റി? അവളെന്താ ഓടുന്നത്? മീനാക്ഷി, 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 മീനു. കല്യാണിയുടെ ആത്മാവല്ലേ?
ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുക. നീ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാ? എന്ത് പറ്റി നിനക്ക്? നീ എന്തിനാ ഓട്ടോ ബോർഡ് എടുത്തത്? ഞാൻ കല്യാണിയെ ഞാൻ കേട്ടു. വിളിച്ചപ്പോ അയാളാ വന്ന്. ആര്? രാമോ? അവിടെ ഉണ്ടായിരുന്ന രഘുരാം. മീനാക്ഷി, നിനക്കെന്താ വട്ടായോ? നീ നിന്റെ ഒരു ഓജോ ബോർഡ്. ഞാൻ കേട്ടതാ ദേവി അയാളുടെ ശബ്ദം. എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാന്ന്. നീ എവിടെ കേട്ടു? മീനാക്ഷി, ചാക്കോ, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ആരോ എന്നെ കൊല്ലാൻ നോക്കി. ഇത് കണ്ടില്ലേ? എന്നിട്ട് അയാൾ എവിടെ? കാണാനില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. ഇന്നലെ രാത്രി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെ, ഇവിടെയുള്ള സാധനങ്ങളും കാണാനില്ല, ആ ആനമല ജോളിയും കാണാനില്ല. ഞാൻ പറഞ്ഞില്ലേ രഘുറാം കള്ളനാണെന്ന്. അയാളായിരിക്കും ഇതെല്ലാം അടിച്ചോണ്ട് പോയത്. അയാൾ അങ്ങനൊന്നും ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. ചാക്കോ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇന്നലെ ഈ ബംഗ്ലാവിൽ ഉണ്ടായിരുന്ന 2 പേര് മിസ്സിംഗാ. നോക്ക് മീനാക്ഷി, സംഗതി സീരിയസ് ആണ്. ഉടനെ ഇത് ആരെങ്കിലും അറിയിച്ചില്ലെങ്കിൽ എല്ലാത്തിനും ഉത്തരം നമ്മൾ തന്നെ പറയേണ്ടി വരും. വാ, ഇറങ്ങ്. വാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എവിടെയും പോണ്ടെന്നേ. അടിവാരത്തിൽ ചെന്നാൽ ആരെങ്കിലും കാണാതിരിക്കില്ല. നീ വാ. ആനമല ജോലി സാറല്ലേ? ഇയാളെന്താ ഇവിടെ? സാർ, സാറിന് എന്ത് പറ്റി? എന്റെ അടുത്ത് പറയരുത്. ജോലി സാർ, അത് ഞങ്ങളാ. സാർ, ഞങ്ങളുടെ കൂടെ വന്ന രാമനെ കാണാനില്ല. പ്രേതം. നീയും പ്രേതമാണ്. നീയാണ് പ്രേതത്തിന്റെ റാണി. പൊയ്ക്കോ, പൊയ്ക്കോ, പൊയ്ക്കോ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ റാമിനെ കണ്ടോ? റാമോ? ഏത് റാം? നിങ്ങൾ 5 പേരല്ലേ മുറി ചോദിച്ചു വന്നേ? അല്ല, ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. 6 പേരോ? ഞാൻ 5 പേരല്ലേ കണ്ടുള്ളൂ. അനിയാ, നീ സൂക്ഷിച്ചോ. ഈ പെണ്ണുങ്ങളിൽ ഒരു യക്ഷിയാണ്. യക്ഷി. ഇയാൾക്ക് വട്ടായി പോയിന്നാ തോന്നണേ. ഇയാൾ അടിച്ച് പിരിഞ്ഞിരിക്കുക. വാ, നമുക്ക് വേറെ വല്ലവരോടും പോയി ചോദിക്കാം. എനിക്ക് വട്ടല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം. നല്ലത്. അവർക്ക് കാണാം, എനിക്ക് കണ്ടൂടാ. സാർ, സാർ, ആരാണ് ഈ കൊച്ചുകുളപ്പക്കാരത്ത്? എടാ, ചോദിച്ചത് കേട്ടില്ലേടാ? സാർ, ഞങ്ങളോ? ഏത് ഞങ്ങള്? എടാ, നിനക്കൊന്നും ഉറക്കമില്ലേടാ? മനുഷ്യനെ മെനക്കെടുത്ത ഓരോന്നും വന്നോളൂ. എടാ, ഇങ്ങോട്ട് നീങ്ങിക്കണേ. സാർ, ഒരു കാര്യം അറിയാൻ വന്നതാ. എന്തുവാടാ, വല്ല ചുറ്റിക്കളിയാണോ? എടാ, നിന്റെ മുഖത്തൊരു പശപ്പശ കൊണ്ടല്ലോടാ. ഞങ്ങളുടെ കൂടെയുള്ള ഒരാള് മിസ്സായി. അയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് മിസ്സായി. എപ്പോഴാ മിസ്സായത്? 2-3 മണിക്കൂറായി. എപ്പോഴാ? 2-3 മണിക്കൂറായി. 2-3 മണിക്കൂറായി. എന്താടിയുടെ പേര്? രഘുറാം. രഘുറാം. നിങ്ങളുടെ ആരാ അയാള്? ഞങ്ങളുടെ ആരുമല്ല സാർ. ഇന്നലെ രാത്രി വഴി വെച്ച് ഞങ്ങളുടെ വണ്ടി കയറിയതാ. നീയൊക്കെ എന്താണ് വഴി കാക്കുന്ന വല്ലവനെയൊക്കെ എടുത്ത് വണ്ടി കയറ്റാൻ പോയത്? എന്താ അവന്റെ രൂപം? 6 അടിയോളം ഉയരം വരും. നല്ല ഫെയർ ആണ് സാർ. പിന്നെ ഫുൾ ടൈം തണ്ണിയാണ് സാർ. പ്രായം 35-40 കാണും. സാർ, പിന്നെ അയാള് നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ ഫോട്ടോഗ്രാഫറാണ്. എന്താ പറഞ്ഞേ? നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. നിങ്ങൾ പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഇയാളാണ്. സൂക്ഷിച്ചു നോക്ക്. ഇയാൾ തന്നെയാണോ? അതെ സർ, ഇയാൾ തന്നെയാണ് സാർ. ഉറപ്പാണോ? ഉറപ്പാണ് സാർ. മിസ്സായിട്ട് എത്ര മണിക്കൂറായെന്നാ പറഞ്ഞേ? 3 മണിക്കൂറായി സാർ. നിങ്ങൾ ഈ പറയുന്ന ഫോട്ടോഗ്രാഫർ 12 മണിക്കൂറായി മരിച്ചിട്ട്. എല്ലാരും കൂടി കരുത. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ആക്സിഡന്റ് നടന്നത്. ഒരു ടൂറിസ്റ്റ് ബസ്സും ഇയാളുടെ ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചു.
പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുക. പോലീസ് സർജൻ വരണം. ദേ കണ്ടോ. ഇയാളാണോ ഇന്നലെ രാത്രി നിങ്ങളുടെ ബംഗ്ലാവിൽ? എന്താ പിള്ളേരെ ഇത്? ബോംബെന്ന് വന്ന ഇയാളുടെ കൂട്ടുകാർ പറഞ്ഞത് കർമ്മങ്ങളൊക്കെ ഇവിടെ വെച്ച് നടത്താവുന്ന. മീനാക്ഷി മതി, വാ പോവാം. ആ, എല്ലാരും പുറത്തേക്ക് ഇറങ്ങണം. മീനാക്ഷി വാ. ഇയാൾക്കാരുമില്ല, നാഥന. രഘുറാം, ഇതൊക്കെ ആരാ? കല്യാണി സ്നേഹിയായിരിക്കും. അയാൾ മരണത്തിലേക്ക് ജീപ്പ് ഓടിച്ചു പോയത് ഈ മുറിന്നായിരിക്കും. അതെ, അയാൾ വിദഗ്ധമായി നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. നമ്മളെ എന്തിനാ അയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നമ്മളയാൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. നമ്മളല്ല, നമ്മുടെ കൂടെ വേറെ ഉണ്ടല്ലോ ചിലർ. വിനോദ്, നീ പറ, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. ഐ മീൻ നെല്ലിയാമ്പതി. അതിപ്പോ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഞാൻ അവിടെ എത്തിച്ചിരിക്കും. അതല്ല, സിമിക്കും ദേവിക്കും മീനാക്ഷിക്കും ഒക്കെ മതിയായി. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് അവര് പറയുന്നത്. ഒന്ന് ആലോചിച്ചപ്പോ എനിക്കും തോന്നി അതാണ് ശരി. നീ ഇങ്ങനെ സില്ലിയായാലോ? അടിച്ച് കോണ്ടറ്റി അടക്കണ അലവലാതി ഗോസ്റ്റ് ആണ്, ആത്മാവാണെന്നൊക്കെ പറഞ്ഞ ആരാ വിശ്വസിക്കുന്നത്? പിന്നെ നമ്മൾ ഈ കണ്ടതൊക്കെ സ്വപ്നമാണെന്നാണ് നീ പറയുന്നത്? നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത് മുതൽ പ്രശ്നമാണെന്ന് അവര് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം, അതാ നല്ലത്. അതെങ്ങനെയാ? പാതി വഴി വെച്ചങ്ങ് നിർത്തിയാലോ? അതിനു വേണ്ടിയല്ലല്ലോ ഞാൻ 3 എണ്ണത്തിനെ കൊണ്ട് മല കയറിയത്. വാട്ട് ഡു യു മീൻ? എടാ ചെക്ക, നീ എന്താ ഈ വിനോദ് വർഗീസിനെ കുറിച്ച് ധരിച്ചത്? നിന്റെയൊക്കെ ടൂർ ഓപ്പറേറ്ററോ? അതോ ഞാൻ നിന്റെ അവളുടെയൊക്കെ ഗൈഡാണെന്ന് വിചാരിച്ചോ? എന്നാ നീ കേട്ടോ, 3 വിളഞ്ഞ വിത്തുകളാ. വിളഞ്ഞാ പിന്നെ വച്ചോണ്ടിരിക്കാൻ പാടില്ല. 3 അരിഞ്ഞെടുക്കണം. ജിത്ലാലിന്ന് അവിടെ എത്തും. അവിടെ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഫസ്റ്റ് നൈറ്റിന് മുമ്പ് നിനക്കൊരു എക്സ്പീരിയൻസ് നല്ലതാണ്. നീ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു അല്ലടാ? വിനോദിന് ചീറ്റ് ചെയ്യാനും മാത്രം നീ ഇല്ലടാ. എല്ലാവരും പെട്ടെന്ന് ഇറങ്ങിയേ. എന്താ? നമുക്ക് ഉടനെ പോണം. എന്താ എന്ത് പറ്റി? ആ വിനോദ് ഞാൻ വിചാരിച്ചപ്പോൾ താളെയല്ല, അവൻ നമ്മളെ ചതിക്കുകയായിരുന്നു. രഘുറാം, 14 മണിക്കൂറുകൾ കഴിഞ്ഞു ഞാൻ മരിച്ചിട്ട്. ശരീരം കൊണ്ട് ജീവിക്കുമ്പോൾ ഞാൻ നിന്നെ ഒരുപാട് തേടി, ഒരിക്കലും കണ്ടുകിട്ടിയില്ല. പാതി ജീവനുള്ള അവളോട് നീ എന്തൊക്കെ ചെയ്തു എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ?
ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ദേവി അതല്ല വഴി. നമുക്ക് എങ്ങനെ കാട്ടുന്നത് രക്ഷപ്പെടാം. സിമി എഴുന്നേക്ക്, നമുക്ക് രക്ഷപ്പെടണം. എനിക്ക് വഴി ദേവി നിൽക്ക്. എടാ നീക്ക് എന്ത് ഫ്രണ്ടാടാ, എന്നാ പ്രേതാലയത്തിൽ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഓടിപ്പോലെ. മീനാക്ഷി, ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാൻ നോക്കിയെന്നുള്ള ശരിയാ. ഇവൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രേതം എന്നെ തൊടില്ല. ഇവള് മന്ത്രവാദിനിയല്ലേ, മന്ത്രവാദിനി.
മീനാക്ഷി വാ. അതെങ്ങനെയാ പറഞ്ഞാ കേക്കണ്ടേ? അവള് കുട്ടിയല്ലേ? ഓ, സപ്പോർട്ട് ചെയ്യാൻ നീ ഒരുത്തി ഉണ്ടല്ലോ അവിടെ. പ്രിൻസിപ്പാളിന്റെ കൈയും കാലും പിടിച്ചാ സസ്പെൻഷൻ ഒഴിവാക്കിയത്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ. ഓ, ഞാൻ പറഞ്ഞോളാം. Monsoon Masa